കുറച്ചു പേരെ കാണില്ല. കുറച്ചു പേരെ കാണില്ല. ആദ്യം മുജീബിനെ. ബുക്ക് അടച്ചു വെക്കാം. റൈറ്റ്, സൈലം ബ്രദർ എടുക്കാം. ബുക്ക് അടച്ചു വെക്കാം. സൈലം ബ്രദർ എടുക്കാം. ഓക്കെ ഓക്കെ ശരി. ബാഗ് ഓക്കെ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ഇന്നലെ പഠിച്ചത് വർക്കിന്റെ പല ടൈപ്പ് വർക്ക് എന്നാണ് പഠിച്ചത്. ബുക്ക് കാണിച്ചു വെച്ച്, ബുക്ക് കാണിച്ചിട്ട് ടേബിൾക്ക് കാണട്ടെ, ടേബിൾക്ക് കാണട്ടെ. ശരി, എലിസബത്ത് ബെന്നി, നമ്മൾ എന്താ പഠിച്ചേ? എത്ര ടൈപ്പ് വർക്ക് ഉണ്ട്? എന്താ പഠിച്ചേ? കേസ് 3 ഉണ്ട്. 3 കേസ് ഉണ്ട്. ഏതൊക്കെയാ പറയുന്നത്? പറയേ. വർക്കും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷന്. പിന്നെ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. അതെ അതെ അതെ, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. സെയിം ഡയറക്ഷൻ ആകുമ്പോ പോസിറ്റീവ് വർക്ക്. അതെ അതെ. അപ്പൊ തീറ്റയുടെ വാല്യൂ 0, കോസ് തീറ്റ കോസ് 0. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞ മായിൻ പിഎസ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോ. ആരൊക്കെ വെക്ടർ മായിനെ? ഏതൊക്കെ വെക്ടർ മായിനെ? ഏതൊക്കെ വെക്ടർ? അവിടെ ഇല്ലോ മായിനെ? ക്ലാരിറ്റി ഇല്ലല്ലോ. ഏതൊക്കെ വെക്ടർ? എഫ്എസ്. ആരൊക്കെ? പേര് പറ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ തീറ്റ എന്താവും? തീറ്റ 180. അബ്സല്യൂട്ട്ലി. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞ കൃഷ്ണാനന്റെ ഒരാൾ നടക്കുമ്പോ വർക്കൊന്നുമില്ല. അത് വേണ്ട, അല്ലേ പറഞ്ഞേ. മൂന്നാമത്തെ കേസിന് എന്താ പേര് പറഞ്ഞേ? 0. അതെ, 0 വർക്ക്. അതാണ് പേര്. 0 വർക്ക് എന്നാണ് പേര്. 0 വർക്ക് എപ്പോഴാണ്? തീറ്റ 90 ആകുമ്പോ. ആരൊക്കെ തമ്മിലുള്ള തീറ്റ 90 ആകുമ്പോ? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റുള്ള തീറ്റ. അബ്സല്യൂട്ട്ലി. അതിന് എക്സാമ്പിൾ പറഞ്ഞേ അനുഷാദെ. എക്സാമ്പിൾ. നടക്കുന്ന ഒരാള് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. ഗ്രാവിറ്റി ആക്ട് ചെയ്തിട്ട് ഭംഗിയാക്കി പറഞ്ഞേ. ഗ്രാവിറ്റി ആക്ട് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ഗീവ് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് എന്ത് പറയും? സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഗീവ് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് എന്ത് പറയും? ഗ്രാവിറ്റി ആക്ടിങ് ഓൺ എ മൂവിങ് പേഴ്സൺ. ശരി, എന്നിട്ട് എന്തിനെ കുറിച്ചാ പറഞ്ഞേ? ദി ആംഗിൾ. ശരി, ശരി. എന്തിനെ കുറിച്ചാ പറഞ്ഞേ? 0 വർക്കിനെ പറ്റി. അപ്പൊ എന്ത് പറയും? വർക്ക് ഡൺ ബൈ. അങ്ങനെയല്ലേ പറഞ്ഞത്? എക്സാമ്പിൾ പറയുന്നത് വർക്ക് ഡൺ ബൈ ആര്?
ഗ്രാവിറ്റി. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അങ്ങനെ പറ. എവിടെ എവിടെ അങ്ങനെ പറ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദി പേഴ്സൺ ഈസ് 0. on the person is 0 അങ്ങനെയാണ് പറയണം. When a person walks on the surface, Earth's surface, the work done by the gravitational force is 0. അതാണ് എക്സാമ്പിൾ. വേറെ എക്സാമ്പിൾ പറയാം. തസ്കിര വേറെ എക്സാമ്പിൾ പറഞ്ഞു. Work done by a porter to carry weight moves forward. Absolutely. അതെ. Work done by the porter to carry a weight forward. മതി. അടുത്ത ടോപ്പിക് എടുക്കാം. അടുത്ത ടോപ്പിക് ഓക്കെ കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതെങ്ങനെ ഒരു ഗ്രാഫ് നോക്കി. ഇതെങ്ങനെ ഒരു ഗ്രാഫ്. I will show you. ഗ്രാഫ് നോക്കില്ലേ. ഓക്കെ, ഈ ഗ്രാഫില് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് എഫ് ആണ്, ഇത് ഡിസ്പ്ലേസ്മെന്റ്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു കർവ് ഉണ്ട്. നമ്മൾ പണ്ട് പഠിച്ചത്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലേക്ക് ഗ്രാഫ് പഠിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാം. കർവ് സപ്പോസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. എനിക്ക് ശ്രദ്ധിച്ച ആൻസർ കിട്ടാം. കർവ് ഇതെന്ത് ഗ്രാഫ് എന്നാ വായിക്കണേ? ഇതിനകത്ത് എന്ത് ഗ്രാഫ് എന്ന് വായിക്കാതിന് പറഞ്ഞ ഷാമിന്? ഇതെന്ത് ഗ്രാഫ് എന്നാ വായിക്കണേ? ഷാമിൻ ശ്രദ്ധിച്ചു. എന്ത് ഗ്രാഫ് എന്ന് വായിക്കാം? ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. എങ്ങനെ പറഞ്ഞേ? ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്നാണല്ലോ പറഞ്ഞേ. അങ്ങനെയുള്ള എപ്പോഴും നമ്മൾ പറഞ്ഞു ഗ്രാഫിന്റെ ആക്സിസ് നോക്കിയിട്ടാണ് ഗ്രാഫിന്റെ പേര് പറഞ്ഞത്. പലർക്കും അറിയില്ല അതൊന്നുമേ, അത് വേറെ കേസ്. ഇനി ഇതിന്റെ ഈ വരച്ചിരിക്കുന്നതിനാണ് കർവ് എന്ന് പറഞ്ഞത്. ആ റെഡ് ആണ് കർവ് എന്നാണ് എപ്പോഴും പറഞ്ഞത്. ഇത് മുമ്പ് പഠിച്ചവർക്കറിയാം, പഠിക്കാത്തവരത് ക്ലിയർ ആയിരിക്കും. ഞാൻ ഇതിന്റെ അടിഭാഗത്ത് ഞാനിങ്ങനെ ഷെയ്ഡ് ചെയ്യാണ്. ഇവിടം വരെ ഷെയ്ഡ് ചെയ്യും. ഈ ഭാഗത്തെ ഏരിയ ഞാൻ കണ്ടുപിടിച്ചു. ആ ഭാഗത്തെ ഏരിയ ഞാൻ കണ്ടുപിടിച്ചു. എന്തായിരിക്കും എനിക്ക് കിട്ടുന്നത്? ആരാ പറഞ്ഞത്? അഭിനെ പറയാന്ന് പറയുന്നത് ഐഡിയ ഉള്ളവർ ചാടി പറയും. നമ്മൾ കണ്ടുപിടിച്ച ഐഡിയ ആണ്. അതിന്റെ ഏരിയ കണ്ടാൽ എന്ത് കിട്ടും? അതിന്റെ ഏരിയ കണ്ടാൽ എന്ത് കിട്ടും? സന കൈബുക്കിട്ടുണ്ട്, ആനന്ദ്, ഷാമിനൊക്കെ ഇവിടെ അല്ലാത്ത ബുക്കൊക്കെ വെച്ചിട്ട് ഇവിടെയായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. ഞാൻ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് പൊസിഷനൊക്കെ റെഡിയാണ്. ഇനി വേറെ ശ്രദ്ധയാണ്. ഐഷ പറയുന്നത്, ശ്രീസ പറയുന്നത്, അതിൽ മുജീബ് പറയാന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞു നോക്കി. അസ്ന നജീബ് ഒന്ന് പറഞ്ഞു നോക്കി. എല്ലാവരും ആൻഡ്രൈസ് ചെയ്യുന്ന പഴയ ടോപ്പിക് അത്. അസ്ന നജീബ് ഒന്ന് പറഞ്ഞു. അത് അതിന്റെ വർക്ക് കിട്ടും. അത് നമ്മൾ അങ്ങനെ കിട്ടാൻ വർക്ക് കിട്ടും എന്നാണ് പറയാനുള്ള കാരണം. ഏരിയ കാണുമ്പോ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ? ബ്രില്യന്റ് കണക്ഷൻ. അതാണ് ശരിക്കും വേണ്ടത്. കണ്ടാ, കൃത്യമായ ആൻസർ ആണ്. അതായത് സാധാരണ ഏരിയ ഇപ്പൊ ചെരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് സംശയം. സാധാരണ ഏരിയ നമ്മൾ പഠിപ്പിക്കുമ്പോ ഇങ്ങനെ പറയണ്ട, ഇങ്ങനെ ഒരു വേറെ ഇങ്ങനെ സംഭവം അതണ്ട, ഇങ്ങനെ സംഭവം ഇങ്ങനെ നമ്മൾ വരച്ചിട്ടാണ് സാധാരണ ഏരിയ പഠിപ്പിക്കാറ്. അപ്പൊ ഇതിന്റെ താഴെ ഇതാണ്, ഇത് റെക്ടാങ്കിൾ ആണ്. ഇതിന്റെ ഷേപ്പ് ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത്. ഇതൊക്കെ പഴയതാട്ടോ, പുതിയ കുട്ടികളെ കണ്ട് പേടിക്കണ്ട. ഇത് പഴയത് പഠിപ്പിച്ചാണ്. ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയാം. അപ്പൊ അത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഏരിയ എടുക്കുമ്പോൾ ഫോഴ്സ് ഉണ്ടാകും. ഏരിയ എടുക്കുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് വരും.
അതായത് ആരാ വർക്ക്. അപ്പൊ ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവിലെ ശരിക്കും ശ്രദ്ധിച്ചോ, ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കർവിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വർക്ക് കിട്ടും. ക്ലിയർ? എഴുതിയിട്ടുണ്ടോ? പോയിന്റ് എഴുതിയോ? എല്ലാവരും എഴുതിയോ? സാനക്ക് എന്താണ് എഴുതാതെ നിൽക്കണേ? വണ്ടർ അടിച്ചിരിക്കുന്നത് എഴുത്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ കർവിലെ ഒരു സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ ഇപ്പൊ കണക്കൊക്കെ ചെയ്ത് നിർത്തിയത് താഴെ ഒരു ആരോ ഇട്ടിട്ട് പുതിയൊരു കോൺസെപ്റ്റ് പറയും. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവിലെ വർക്ക് എടുത്താൽ നമുക്ക് ഏരിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വാ. വർക്ക് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യണം. കോൺസെപ്റ്റ് അനുസരിച്ച് എക്സാമ്പിൾ 6.5 ടെക്സ്റ്റ് ബുക്കിലെ 6.5 ഒന്ന് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ 6.5 ശരിക്കും വായിച്ചോ. ആൻസർ അടച്ചു പിടിച്ചിട്ട് വായിച്ചോ കേട്ടോ. ആൻസറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആൻസർ അടച്ചു പിടിച്ചിട്ട് വായിച്ചു. ക്വസ്റ്റ്യൻ കിട്ടിയവരൊന്ന് പറഞ്ഞേ. ഏഞ്ചൽ പേജ് നമ്പർ പറഞ്ഞേ. 119. 119. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എ വുമൻ ആണോ? അങ്ങനെയാണോ? A woman pushes a trunk. മതി. അത് ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആദ്യം അർത്ഥം പറ. ക്വസ്റ്റ്യനിൽ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു സാധനം ഉണ്ട് അതിന്റെ ഉള്ളിൽ. വളരെ ശ്രദ്ധിക്കണം. അതിന്റെ എനിക്ക് അർത്ഥം കേൾക്കണം. ദുൽഫുഖാർ ശ്രദ്ധ പോലെ എന്റെ വീട്ടുകാരൊക്കെ മാറിപ്പോട്ടെ. എനിക്ക് അർത്ഥം ആദ്യം കേൾക്കണം. അർത്ഥം കിട്ടിയാൽ തന്നെ ഹാൻഡ് റൈസ് ചെയ്യാം. ആൻസർ വേണ്ട. ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്, എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന ഐഡിയ കിട്ടിയവരെ ഹാൻഡ് റൈസ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്യാം. ശരിക്കും വായിക്കാം. വീണ്ടും നമ്മൾ ഉദ്ദേശിക്കാത്ത സാധനം ഉണ്ടായിരുന്നു. ആദ്യം ഐഡിയ അയക്കുമ്പോൾ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചെയ്തു തുടങ്ങിക്കോ. ആസിഫ് മുഹമ്മദേ, എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ കേക്കട്ടാ. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞ? അങ്ങനെ നിനക്ക് എന്താ മനസ്സിലായെന്ന് പറഞ്ഞേ. പുതിയ ആൾക്കാർ നമുക്ക് തെറ്റായി വരുന്നുള്ളൂ. ആദ്യം ഒരു വുമൺ ഒരു ട്രങ്ക് പുഷ് ചെയ്യും റെയിൽവേ പ്ലാറ്റ്ഫോമില്. അപ്പൊ ആദ്യം അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയുമ്പോൾ 100 ന്യൂട്ടൺ. അതെ, 100 ന്യൂട്ടൺ. ശരി. 10 മീറ്ററില് 10 മീറ്റർ ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞിട്ട് അവൻ ക്ഷീണിക്കും. അപ്പൊ അതിന്റെ ഇത് 50 ന്യൂട്ടൺ. ശരി. അപ്പൊ ആ ട്രങ്ക് 20 മീറ്ററോളം മൂവ് ആയി. അപ്പൊ വുമൺ അപ്ലൈ ചെയ്ത ഫോഴ്സ് ശരി. അപ്പൊ വായിച്ചു വരുന്നത് പുതിയ ആളാണ്. വായിച്ചു വരട്ടെ. ശരിക്കും വായിച്ചോ. എനിക്ക് ക്വസ്റ്റ്യന്റെ അർത്ഥം കേൾക്കേണ്ടത് അങ്ങനെയല്ല എന്ന് ഞാൻ പറയാം. അവർ പുതിയ ആളാണ്, കേട്ട് വരട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെയല്ല പറയണ്ടത്. ഒന്ന് പറഞ്ഞാൽ PM
ഒരു ക്വസ്റ്റിനെ നമ്മൾ റീഡ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞത് മൊത്തത്തിലാണ് ഒരു ഐഡിയ പറയേണ്ടത്. ശരിക്കും നമ്മൾ ഓരോ വാക്ക് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്വസ്റ്റിനുമായി നമുക്ക് ബന്ധമില്ല. മൊത്തത്തിലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. അതാ ഒരു 100 ന്യൂട്ടണിൽ ഒരു സാധനം തള്ളി 10 മീറ്ററോളം നീക്കിയിട്ട് അത് 50 ന്യൂട്ടൺ. നമുക്ക് യഥാർത്ഥത്തിൽ ഈ വുമൺ പുഷസ് ട്രങ്ക് ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കരുത്. നമുക്ക് അതിന്റെ കണ്ടന്റ് വേണ്ട. കണ്ടന്റിൽ പറയുന്നത് എങ്ങനെ പറയണ 100 മീറ്ററോളം 100 ന്യൂട്ടണില് ഒരു ഇത് തള്ളി 10 മീറ്റർ നീക്കി. അത് 100 ന്യൂട്ടൺ കൊടുത്ത് 10 മീറ്ററോളം ഒരു സാധനം തള്ളി. പിന്നെ അതിന്റെ എന്നിട്ട് 50 ഇറങ്ങി. ന്യൂട്ടൺ 50 കഴിഞ്ഞപ്പോ അത് 50ലേക്ക് ചുരുങ്ങി പോയി. അത് 100 50 മാറി. അപ്പൊ അത് 20 മീറ്റർ നീങ്ങി 50 മാറി. അപ്പൊ ആദ്യത്തെ 10 കണ്ടോ ഇങ്ങനെ വരണ്ടേ. അതിനാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. മറ്റേതായി ആ വാക്കുകൾ നിങ്ങൾ വാക്കുകൾക്കല്ല പ്രാധാന്യം. കണ്ടന്റ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആദ്യത്തെ 10 മീറ്റർ 100 ന്യൂട്ടണിലാണ് തള്ളിയത്. പിന്നെയുള്ള ഒരു 10 മീറ്ററിൽ എന്ത് സംഭവിച്ചു ആയിരുന്നു? പിന്നെയുള്ള 10 മീറ്ററിൽ ആദ്യത്തെ 10 മീറ്റർ ശേഷം 10 മീറ്ററിൽ എന്ത് സംഭവിച്ചു? അത് 50 ഇറങ്ങി. അത് 50ലേക്ക് കുറയണേനെ ഒരു വാക്ക് തന്നിട്ടില്ല. എന്താ പറഞ്ഞത്? എങ്ങനെ കുറയാന്നാ പറഞ്ഞാണ്? വായിച്ചേക്ക് ഒരു വാക്കുണ്ടാവും. ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ക്വസ്റ്റ്യൻ എന്റെ ഇല്ല. ലീനിയർലി. ലീനിയർലി എന്നാണ് വാക്ക്. ലീനിയർലി എന്ന് വെച്ചാൽ കൃത്യമായി പയ്യെ ഗ്രാജുവലി ലൈൻ കൃത്യമായി കുറഞ്ഞു. യൂണിഫോമിലി കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. യൂണിഫോമിലി കുറഞ്ഞു. എന്നിട്ട് എത്ര 20 മീറ്റർ ആയപ്പോഴത്തേക്കും അവന്റെ ഫോഴ്സ് എത്ര 50 ന്യൂട്ടനായി. ഈ എന്നെ നമുക്ക് ചെയ്യണ്ടേ എന്ന് പറഞ്ഞേ ക്വസ്റ്റ്യനായിട്ട് പഠിക്കണ്ടേ. ക്വസ്റ്റ്യൻ പഠിക്കും വളരെ ശ്രദ്ധിക്കണ്ട. കൃഷ്ണാനന്ദ ശ്രദ്ധിക്കണം. ഇന്നലെ ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞപ്പോ കണ്ടോ ഒരു ഐഡിയ ഇല്ലാതെ സംസാരിക്കുന്നത് നമ്മൾ മാറിക്കൊള്ളണം. പറഞ്ഞോ നീ എന്നെ കണ്ടുപിടിക്കണ്ടേ. എന്താ വരയ്ക്കണ്ടേ? ഗ്രാഫ് ആദ്യം വരയ്ക്കണ്ടേ? എന്തിന്റെ ഗ്രാഫ്? ആ ഒരു തള്ളിയതിന്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് വരയ്ക്കണം. ഇവര് തള്ളിയതിന്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് വരയ്ക്കാനാ പറഞ്ഞത്. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കാം. നോക്കട്ടോ. അപ്പൊ അതാ ഫോഴ്സ് കൊടുത്തു, ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. ഇതാണ് വരയ്ക്കേണ്ടത്. ഇത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നമുള്ളവർ പറഞ്ഞോ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റർ. അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എവിടെ കാണിക്കണം എന്ന് പറഞ്ഞേ തോമസ് ജോർജ്? ഡിസ്പ്ലേസ്മെന്റ് എവിടെ 10 മീറ്റർ എവിടെ കാണിക്കണം? 10 20 എവിടെ കാണിക്കണം? ഏത് ആക്സിസ് കാണിക്കണം തോമസേ? എസിന്റെ അവിടെ 10 മീറ്റർ. കുറച്ച് ആദ്യം 10 മീറ്റർ. നമുക്ക് ഇവിടെ 10 മീറ്റർ കാണിക്കാം. കുറച്ച് 20 മീറ്റർ കാണിക്കാം. ഇവിടെ 20 മീറ്റർ കാണിച്ചു. ഇനി എന്നാ പറഞ്ഞാണ്? ഫോഴ്സ് എത്രയായിരുന്നു തോമസേ? ഫോഴ്സ് എത്രയായിരുന്നു ആദ്യത്തെ 10 മീറ്ററിൽ? ഫോഴ്സ് 100 ന്യൂട്ടൺ. അപ്പൊ നമ്മൾ കൊടുക്കുകയാണ് 100 ന്യൂട്ടണില് ഫോഴ്സ്. 10 മീറ്ററോളം ഫോഴ്സ് 100 ന്യൂട്ടൺ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം ഹർഷദേ? നമ്മൾ എങ്ങനെ വരയ്ക്കണം? 10 മീറ്ററോളം ഫോഴ്സ് 100 ന്യൂട്ടണിൽ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം? 100 ന്യൂട്ടണിൽ എടുത്തിട്ട്, അതായത് ഇപ്പൊ 100 ന്യൂട്ടൺ ആണ് കൂട്ടിക്കും. ഇവിടെ നമ്മളൊരു 100 ന്യൂട്ടൺ കാണിച്ചിട്ട് 100 ന്യൂട്ടണിൽ 10 മീറ്റർ വരെ അത് 100 ന്യൂട്ടൺ ആണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം? എനിക്ക് എന്റെ ചോദ്യം കേട്ടോ. നീ ആൻസർ നോക്കരുത് കേട്ടോ. പുസ്തകത്തിൽ നോക്കി എന്നോട് ആൻസർ നിനക്ക് മനസ്സിലായതേ പറയാമോ. ഞാൻ ചോദിക്കുന്നത് 10 മീറ്റർ വരെ തുടങ്ങിയപ്പോൾ മുതൽ 10 മീറ്റർ വരെ 100 ന്യൂട്ടൺ മാറിയിട്ടില്ല എന്ന് എങ്ങനെ കാണിക്കും? എങ്ങനെ വരയ്ക്കും മൂസിനെ? അതാ നേരെ 10 മീറ്ററിന് മേളിലോ വന്ന രീതിയിലായിരിക്കും. അതായത് ഇത് നോക്കിയോ, ആൻസർ പറയണോ, മിണ്ടാതിരിക്കരുത് ആൻസർ. കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞത്. ഗ്രാഫ് നമ്മൾ വരച്ചാക്കണേ, ഒരുപാട് പഠിച്ചാക്കണേ. അത് ഉറപ്പില്ലാത്തോണ്ടാ. 0 മുതൽ ഇങ്ങനെ പോകും 10 മീറ്ററിലേക്ക് പോകുന്ന എല്ലാ സമയത്തും 100 ന്യൂട്ടൺ ആണെന്ന് പറയുന്നത് ഇങ്ങനെ വരും. മേലെ തന്നെ.
അപ്പൊ അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ട്രേറ്റ് കിട്ടും. അല്ലെ, വെറുതെ കിട്ടുന്നതല്ല. 100 ന്യൂട്ടൺ ആണെങ്കിൽ ഇത് 100 ന്യൂട്ടൺ ആണെങ്കിൽ അവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഈ 10 മീറ്റർക്ക് ശേഷം എന്താ സംഭവിച്ചത്? കുറഞ്ഞു. എത്ര ന്യൂട്ടണായി? 50 ന്യൂട്ടണായി. അപ്പൊ നമുക്ക് 50 ന്യൂട്ടൺ എവിടെ ഏകദേശം ഇത് സ്കെയിലൊന്നും വേണ്ട, ഇതിന് നോട്ട് ചെയ്താൽ മതി. 50 ന്യൂട്ടൺ 50 ന്യൂട്ടൺ ആയി എന്ന് പറയുമ്പോ ഈ 100-ൽ നിന്നും 50 മാറി. എപ്പോ? എവിടെ മുതൽ സഞ്ചരിച്ചപ്പോ? ട്രീസ, എവിടെ മുതൽ സഞ്ചരിച്ചപ്പോ? അടുത്ത 10 മീറ്റർ വരെ സഞ്ചരിച്ചപ്പോ. അടുത്ത 10 മീറ്ററിൽ ഇവൻ കുറഞ്ഞു പോയത് വരുമ്പോ എങ്ങനെ വരയ്ക്കണം ട്രീസ നമ്മള്? അതിങ്ങനെ നേരെ വരയ്ക്കണം. അല്ല, ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് അവസാനം എവിടെ പോയി നിൽക്കണം? 20 മീറ്റർ ആവുമ്പോ എവിടെ പോയി നിൽക്കണം? 20 എത്തുമ്പോ എവിടെ പോയി നിൽക്കണം? ഫോഴ്സ് എവിടെ പോയി നിൽക്കണം? ഇങ്ങനെ പോയി മുട്ടണോ? ഇവിടെ പോയി മുട്ടുമ്പോ ഫോഴ്സ് എത്രയായി? അപ്പൊ ഫോഴ്സ് മാറൂലേ? അപ്പൊ ഫോഴ്സ് എത്രയായി? ഇവിടെ പോയി മുട്ടുമ്പോ ഫോഴ്സ് എത്രയായി? 100 ന്യൂട്ടൺ. ഇവിടെ എത്തുമ്പോ ഇവിടെ എത്തുമ്പോ ഫോഴ്സ് എത്രയായി എന്ന് പറഞ്ഞ അസ്ല സുജീർ? ഇന്ന് താഴത്തേക്ക് പോയി ഇവിടെ എത്തുമ്പോ ഫോഴ്സ് എത്രയായി? 0 ആയിപ്പോ. 0 ആവാൻ പാടില്ലോ. പക്ഷെ എത്രയാവാനാ പറഞ്ഞത്? 50 ന്യൂട്ടൺ. അപ്പൊ എന്ത് ചെയ്യണം അസ്ല? പോയി എവിടെ എത്തണം? 50 അവിടെ എത്തുമ്പോ നിർത്തണം. വളരെ ഇത് ഐഡിയ ഉള്ളൂ, ഇതിനകത്ത് പഠിക്കാനൊന്നുമില്ല. ഇവിടുന്ന് കുറഞ്ഞു ഇവിടെ മുതൽ കുറഞ്ഞ് ഇങ്ങനെ പോന്ന് എവിടെ 20 മീറ്റർ ആകുമ്പോഴത്തേക്ക് എവിടെ എത്തിക്കൊള്ളണം? കണ്ടാ, ഈ 50-ന്റെ ഒപ്പം എത്തിക്കൊള്ളണം. കണ്ടാ അതിന്റെ ഐഡിയ. അതിന് കൃത്യമായി ഗ്രാഫ് നമ്മൾ ഒന്നും പഠിക്കാന്ന് വെച്ചാൽ ഒന്നും പഠിക്കാനില്ല. ശരിക്കും ആലോചിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അത് ഈ കുത്തുകൾ ഞാൻ വെറുതെ ഇട്ടതാ. കുത്തുകൾക്കൊന്നും പ്രാധാന്യമില്ല. ജോയിൻ ചെയ്യാം. കുത്തുകൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ കുത്തുകൾ തന്നെ ഇടണം, തന്നെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ജോയിൻ ചെയ്യണം. റൈറ്റ്. അപ്പൊ നമുക്ക് കിട്ടും 50 ന്യൂട്ടന്റെ അവിടെ ഏകദേശം 20 മീറ്റർ എത്തുമ്പോൾ 50 ന്യൂട്ടൺ ആവും. ഓക്കെ, ഇതാണ് ഷേപ്പ് ഗ്രാഫ്. കുഴപ്പമുള്ളവർ പറഞ്ഞു? കുഴപ്പമുള്ളവർ പറ. വേറെ അഭിപ്രായമുള്ളവർ പറഞ്ഞോ. നോ പ്രോബ്ലം. ക്ലിയർ ആണ്. ഐഡിയ വളരെ ക്ലിയർ ആണ്. നോ പ്രോബ്ലം. ശരി, നോക്കാം. അപ്പൊ എന്റെ ജോലി അടുത്തത് ഇനി എന്നെ പറഞ്ഞേക്കണേ. ഒന്ന് പറഞ്ഞേ ഭീമാക്കെ. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യട്ടോ. സൗണ്ട് ഇല്ലെങ്കിൽ പറയണം. അപ്പൊ തന്നെ എന്നാ പറഞ്ഞ ഭീമാക്കെ? അതിന്റെ 2 ഫോഴ്സ് വർക്ക് ഡൺ ബൈ 2 ഫോഴ്സസ് കണ്ടുപിടിക്കണം. വർക്ക് ഡൺ ബൈ 2 ഫോഴ്സ് നമ്മളെ വേറെ ഏതാ? ആദ്യം 100 ന്യൂട്ടൺ ആയിരുന്നു, പിന്നെ 50 ന്യൂട്ടണിലോട്ട് റെഡ്യൂസ് ആയിട്ടുള്ളൂ. മൊത്തത്തിലുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അങ്ങനെയാണോ? ക്വസ്റ്റ്യൻ വായിച്ച ഭീമാക്കെ നോക്കട്ടെ. ഇത് ഭീമാർത്ഥല്ല കേട്ടോ. ആരോടെ എനിക്ക് ശ്രദ്ധിക്കട്ടോ. ശ്രദ്ധ പോരുതട്ടോ. വേറെ ഇടപാടുകൾക്ക് പോരുത്. ഇത് ഭീമാർത്ഥല്ല ഞാൻ പറഞ്ഞത്. ഇത് എല്ലാവർക്കും കൊണ്ടാണ് മിസ്റ്റേക്ക്. ഒരാളിൽ നിന്ന് ചോദിക്കണയാ. അപ്പൊ അതിനകത്ത് വളരെ ശ്രദ്ധിച്ചോളൂ ഈ പറയുന്ന കേസ്. പറഞ്ഞോ. 2 ഫോഴ്സ് ഒക്കെ വേറെ ഏത് ഫോഴ്സിനെ കുറിച്ച് അവര് പറയണേ? വേറെ ഉണ്ടല്ലോ ഭീമ. അതിന്റെ മുകളിൽ ഒന്ന് വായിച്ചു നോക്കി. വിട്ടുപോകുന്ന സാധനമുണ്ട്. അതിന്റെ മുകളിൽ ഒരു സാധനത്തെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഏതാ? എലിസബത്ത്. ഏതാ എലിസബത്ത്? Plot the force applied by the woman and frictional force. അപ്പൊ ഏതൊക്കെയാ ഫോഴ്സ് പറഞ്ഞ എലിസബത്ത്? ഏതൊക്കെയാ? Applied force frictional force. ഫ്രിക്ഷണൽ ഫോഴ്സ് വേറൊരു ഫോഴ്സ് ഉണ്ട് ഭീമ. വളരെ ശ്രദ്ധിക്കണം. ഭീമ മാത്രമല്ല, നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ ക്വസ്റ്റ്യൻ
ഒരാൾ മിസ്റ്റേക്ക് വിമാക്ക മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംഭവിക്കും, 90% പേർക്കും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത്. എനിക്കറിയില്ലാത്തതുകൊണ്ടോ ക്വസ്റ്റ്യൻ, എനിക്ക് കോഴ്സ് കാണാപ്പെടാം, എന്റെ പുസ്തകമൊന്നുമില്ല, എനിക്ക് ബൈഹാർട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പൊ വാല്യൂ ഒന്നും അറിയില്ല എന്നുള്ള ഐഡിയ ബൈഹാർട്ടാണ്. അപ്പൊ നിങ്ങൾ അത് വായിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ അത് വിമാനത്തിൽ വേറെ വഴിക്ക് പോരുത്. ഫ്രിക്ഷണൽ ഫോഴ്സ്, രണ്ടാമതൊരു ഫോഴ്സ് ഉണ്ട്. ഇതിപ്പോ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി വുമൺ ആ വരച്ചിട്ടുണ്ട്. there is a frictional force. ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് എന്താ പറഞ്ഞേക്കണേ എന്ന് പറയാം. ഋഷാദേ, എന്താ പറഞ്ഞേക്കണേ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച്? ഋഷാദ് എന്താ പറഞ്ഞേക്കണേ? പറഞ്ഞോ, എന്താ പറഞ്ഞേക്കണേ? ക്യാമറ സെറ്റ് ചെയ്യണോ? എങ്ങനെയാ? അതാ ചെയ്യട്ടെ, നടക്കട്ടെ. ഇരിക്കാൻ ക്ലിയർ അല്ല, അതാണ് നടക്കട്ടെ. ഞാൻ വേറെ ചോദിക്കാം. എമീൻ പറഞ്ഞേ. എമീൻ പറഞ്ഞേ. എമീൻ എന്നാ പറയണ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താ പറയണ? അതിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞേക്കണേ? 15 ന്യൂട്ടൺ ഓഫ് വെറസ് ഡിസ്പ്ലേസ്മെന്റ്. എനിക്ക് മനസ്സിലായില്ല വെറസ് ഡിസ്പ്ലേസ്മെന്റ് എന്താന്ന്. പറയാ 15 ന്യൂട്ടൺ വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ്, റൈറ്റ്? അത് പറയണ എന്താന്ന് ഞാൻ പറയാം. അത് സെന്റൻസ് ശരിക്കും വായിച്ചു നിങ്ങൾ. അതായത് നിങ്ങളുടെ ആ സ്റ്റാൻഡേർഡ് അത് മാറും, പേടിക്കണ്ട. പ്ലോട്ട് ആ സെന്റൻസ് മൊത്തം വായിച്ചപ്പോൾ Plot the force applied by the woman and the frictional force, which is 15 Newton versus displacement. സെന്റൻസ് വളരെ ശ്രദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞു പ്ലോട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ വുമൺ. അപ്പൊ വുമൺ അപ്ലൈ ദ ഫോഴ്സ് പ്ലോട്ട് ചെയ്യണം, വരയ്ക്കണം. ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സും വരയ്ക്കണം, വിച്ച് ഈസ് 50 ന്യൂട്ടൺ. ഫ്രിക്ഷണൽ ഫോഴ്സ് 50 ന്യൂട്ടൺ ആട്ടോ, അതും വരയ്ക്കണം. വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടുപേരും വരയ്ക്കണം. നിങ്ങൾ ഒരു കഷ്ടം എടുത്ത് വായിക്കരുത്. 50 ന്യൂട്ടൺ വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് അത് മാത്രം വായിക്കരുത്, മൊത്തം വായിക്കണം. പ്ലോട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ വുമൺ ആൻഡ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് ഈസ് 50 ന്യൂട്ടൺ. ഫ്രിക്ഷണൽ ഫോഴ്സ് 50 ന്യൂട്ടൺ ആയിട്ടുണ്ട്. വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെടുത്തി വായിക്കണം. ഓക്കെ, അപ്പൊ അത് ഈ ഡിസ്പ്ലേസ്മെന്റ് ഓർഡർ വരച്ച് കഴിഞ്ഞു. വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ആരാ വരയ്ക്കട്ടെ? ഫ്രിക്ഷണൽ ഫോഴ്സ് വരയ്ക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ പ്രത്യേകത എന്താ ഗൗരി? ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ പ്രത്യേകത എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യണം ഗൗരി? എങ്ങനെയാ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യണം? സാധാരണ എങ്ങനെയാ ആക്ട് ചെയ്യണം? ഒരു സംഭവം തള്ളുകയാണ്, ഒരു സംഭവം എനിക്ക് വലിച്ചോണ്ട് പോകാനുള്ള ഒരു വുമൺ. എങ്ങനെയാ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യണം? ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യണം. ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എങ്ങനെ ഗ്രാഫിൽ കാണിക്കും? നെഗറ്റീവ്. വുമൺ നെഗറ്റീവിൽ കാണിക്കണം. അബ്സല്യൂട്ട്ലി നെഗറ്റീവിൽ കാണിക്കണം. വുമൺ അപ്ലൈ ചെയ്ത ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്. വുമൺ കുറച്ച് 50 ന്യൂട്ടൺ വരെ എത്തി നിന്നു. പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് കാണിക്കണമെങ്കിൽ ഇതിനകത്ത് കാണിക്കുമ്പോൾ എങ്ങനെ കാണിക്കും? ഈ ഗ്രാഫിൽ തന്നെ കാണിക്കണം. വേറെ ഗ്രാഫിൽ കാണിച്ചാലും കുഴപ്പമില്ല. ഇതിനകത്ത് തന്നെ കാണിക്കും. നെഗറ്റീവിലേ കാണിക്കാവുള്ളൂ. നെഗറ്റീവ് ആക്സിസ് വേണം. ഒരു നെഗറ്റീവ് ആക്സിസ് ഇതിനകത്ത് തന്നെ പറയും. ചിലപ്പോൾ നെഗറ്റീവ് ഇത് മാത്രം ചോദിക്കും, വുമന്റെ ചോദിക്കൂല. ഫ്രിക്ഷണൽ ഫോഴ്സിന് മാത്രം വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് വരയ്ക്കാവൂ. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ഓപ്പോസിറ്റ് ആണല്ലോ. അത് കാണിക്കണമെങ്കിൽ ഗ്രാഫിനെങ്ങനെ നമ്മൾ നെഗറ്റീവ് വരയ്ക്കും. അത് എത്ര ന്യൂട്ടനാണ് ഗൗരിയെ? എത്ര ന്യൂട്ടനാണ്? -50 ന്യൂട്ടൺ. -50. അപ്പൊ -50 നമ്മൾ കൊണ്ടുവരും. ഏകദേശം വാല്യൂ കൊടുക്കാം. -50 ന്യൂട്ടൺ. ഞാൻ ചോദിക്കട്ടെ, ഏഞ്ചൽ മതിയാ? ഇത് എങ്ങനെയാ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്ര 10 മീറ്റർ വരെയാണോ 20 മീറ്റർ ആണോ? വാല്യൂ കുറയോ കൂടുകയോ 0 ആവോ? വാട്ടിയോ 50 ന്യൂട്ടന്റെ അത് തന്നെ. എന്താ കാരണം? നെഗറ്റീവ് ഫ്രിക്ഷൻ സെയിം ഡിസ്റ്റൻസിൽ തന്നെയല്ലേ? ഞാൻ ചോദിച്ചത് അപ്പൊ എങ്ങനെ വരയ്ക്കണം നമ്മള്? ഈ 50യിൽ നിന്ന് നമ്മൾ ഇങ്ങനെ 10 മീറ്ററിലേക്ക് ഇങ്ങനെ വരയ്ക്കണോ? അത് ഇവിടം വരെ വരയ്ക്കണോ? എന്താ ചെയ്യണ്ടേ? അത് ഇങ്ങനെ വരയ്ക്കണോ? കുറയോ കൂടുവോ? എന്താ ചെയ്യണേ? ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയോ കൂടുവോ? എങ്ങനെയാ? സ്ട്രെയിറ്റ് പോയിട്ട് 20 മീറ്ററിന്റെ അങ്ങോട്ട് വെക്കണം. അത് ഇങ്ങനെ വരും ആണോ? അങ്ങനെയല്ല, മുകളിലത്തെ പോലെ.
അല്ല ഞാൻ ചോദിച്ചാൽ എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാ, കൂടുവോ കുറയോ, അത് മാറൂലേ, എന്താ അവസ്ഥ ഫ്രിക്ഷണൽ ഫോഴ്സ്? എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ് സ്വഭാവം? അറിയില്ല, അപ്പൊ അറിയില്ല എന്ന് പറയണം കേട്ടോ. പറഞ്ഞോ. ആ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, അറിയില്ല എന്ന് പറഞ്ഞാൽ അത് മിണ്ടാതിരുന്ന സമയം പോകും. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ പ്രത്യേകത, ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയാണ് മോഷൻ തീരുന്നത് അവിടെ വരെ സെയിം ആയിരിക്കും. അതിൽ 50 ന്യൂട്ടൺ എന്ന് പറയണം. വുമൺ കുറച്ച് കഴിയുമ്പോൾ കുറച്ചു, പക്ഷെ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും 50 ന്യൂട്ടൺ തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ വരയ്ക്കേണ്ട ഗ്രാഫ് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കണം? ഫ്രിക്ഷണൽ ഫോഴ്സ് മാറുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കണം എന്ന് പറയാൻ ശ്രമിച്ചാല്, മാറില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കും? എപ്പോഴും 50 പറയുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണം. ഉണ്ടാവും എവിടം വരെ? 20 മീറ്റർ. അപ്പൊ ഈ വയലറ്റിൽ നമ്മൾ കാണിച്ചാൽ, അല്ലെങ്കിൽ വയലറ്റ് കളറിൽ കാണിച്ചാൽ ഈ ഗ്രാഫിന്റെ ഇത് എന്തിന്റെ ഗ്രാഫ്? ഫ്രിക്ഷണൽ ഫോഴ്സസ് വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ്. ഈ മോളത്തെ ഗ്രാഫ് എന്താ? ദ ഫോഴ്സ് ഓഫ് വുമൺ വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ 2 ഗ്രാഫ് ഒറ്റ ഗ്രാഫ് കാണിച്ചാൽ ഐഡിയ ഇല്ലാത്ത വളരെ ശ്രദ്ധിക്കുന്നു. പക്ക ഐഡിയ ആയിക്കോളും. ഞാൻ എത്ര സമയം കളഞ്ഞിട്ടുണ്ട്. പക്ക ഐഡിയ ഇല്ലാത്തവർ ചോദിച്ചോളൂ. 20 കഴിഞ്ഞ കൂടൂലേ എങ്ങനെ പോലെ? ഫ്രിക്ഷണൽ ഫോഴ്സ് 20 മീറ്ററിന്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കൂടുമല്ലേ? ഇനി നമ്മൾ എങ്ങനെയാന്ന് അവർ പറഞ്ഞിട്ടില്ല. 20 മീറ്റർ വരെ എന്നാ പറഞ്ഞിട്ടുള്ളൂ. 20 മീറ്റർ വരെ തള്ളിക്കൊണ്ടിരുന്നു. അപ്പോ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഫുൾ ടൈം ആക്ട് ചെയ്തു എന്നാ പറഞ്ഞേക്കണേ. ഫുൾ ടൈം 50 ന്യൂട്ടൺ. വേറെ ഒന്നും അവർ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ നമ്മൾ 50 ന്യൂട്ടൺ തന്നെ എടുത്തത്. ഫ്രിക്ഷണൽ ഫോഴ്സ് 50 ന്യൂട്ടൺ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും 50 ന്യൂട്ടൺ ഉണ്ട്. കുറയോ കൂടും, അല്ലെങ്കിൽ സർഫസ് മാറിയെന്നോ സ്മൂത്ത് ആയിന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോ അങ്ങനെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. കുറച്ച് ചിലപ്പോൾ സർഫസ് സ്മൂത്ത് ആണോ, ഫ്രിക്ഷണൽ ഫോഴ്സ് കുറഞ്ഞു പോയിട്ടോ, അപ്പൊ അവിടെ കുറച്ച് വരയ്ക്കുന്നു. ഈ കേസിൽ അത് വേണം. ഒരു കേസ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കേസ് മനസ്സിലാക്കിക്കോളൂ, പൂർണ്ണമായി മനസ്സിലാക്കിക്കോളൂ. അപ്പൊ അതിന്റെ ഏത് കേസ് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇതല്ലേ ഈ ക്വസ്റ്റ്യൻ അല്ലേ, അതൊരു വേറെ ക്വസ്റ്റ്യൻ. അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം നമ്മൾ പഠിക്കണം. നമ്മൾ കൺസെപ്റ്റുകളാണ് പഠിക്കണം ഓരോ പ്രോബ്ലത്തിൽ. അത് നിങ്ങൾ പല രീതിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് തന്നെ ചോദിക്കുന്ന ഒരു ആവശ്യം നിർബന്ധമില്ല പരീക്ഷ. ഓക്കെ, ഇതിന്റെ വേറെ ഐറ്റം ചോദിക്കാം. ഓക്കെ, ഇനി എന്നെ കാണാൻ പറയണ ഇതിനകത്ത് ഒരു സാധനം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ഐഷ പറഞ്ഞാണ്? ഐഷ എന്താ പറഞ്ഞാണ്? രണ്ടിന്റെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഫോഴ്സോ? വർക്ക് എങ്ങനെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഐഷ? പറ്റില്ല. വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എഫ്എസ്. എങ്ങനെ എഫ്എസ് കാണും? അക്മല് എങ്ങനെ പറയും? അക്മല് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എഫ്എസ് പറയും? അത് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കണം, ശ്രദ്ധയില്ല. ആരാ പറയണേ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഹാൻഡ് റൈസ് ചെയ്യും. വിളിച്ചു പറയണ്ട. നീ കൈ പൊക്കിയാ മതി. വിളിച്ചു പറയണ്ട. കൈ ഇങ്ങനെ പൊക്കിയാവും. ഞാൻ ചോദിച്ചു. പറഞ്ഞോ. ഇനി നീ പറഞ്ഞു. കേൾക്കട്ടെ. ആരോ സാർ മറ്റേ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം. ശരി, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാന്നാണ് അതിന്റെ അർത്ഥം. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഇതിന്റെ ഏരിയ ഇങ്ങനെ കണ്ടുപിടിക്കുക. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാം. ക്വാഡ്രിലാറ്റർ എന്നുള്ള വാക്കൊക്കെ കുറച്ചുകൂടെ അങ്ങോട്ടൊന്നും പോണ്ട. ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ള ആദ്യം നമ്മൾ പറഞ്ഞു. നമ്മൾ ജെനുവിൻ ആണ് നമുക്ക് നമ്മുടെ ആൻസറുകൾ വരുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അതെ, അങ്ങോട്ട് പോകണ്ട. ഞാൻ പറഞ്ഞത് ആദ്യം പറയുന്നത് കർവിന്റെ താഴെയുള്ളതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അതാണ് ആദ്യം നമുക്ക് വരുന്നത്. ഓക്കെ, കർവിന്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ വുമൺ ചെയ്ത വർക്കാണെങ്കിൽ ഇത് കണ്ടുപിടിക്കുക. ഞാൻ ഷെയ്ഡ് ചെയ്തു. ഇനി ഫ്രിക്ഷൻ ചെയ്തതാണെങ്കിൽ ഇത് കണ്ടുപിടിക്കുക. ഫ്രിക്ഷൻ ചെയ്ത വർക്കാണ് ഇത് രണ്ടും കണ്ടുപിടിക്കാം. ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം.
നമുക്ക് എഴുതണം വർക്ക് ഡൺ. സംശയം ഇപ്പൊ തന്നെ പറഞ്ഞോട്ടോ. വർക്ക് ഡൺ ബൈ ദ വുമൺ ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ്, അണ്ടർ ദ കർവ്. ഈ കർവിന് നമുക്ക് വേണ്ടി പേര് കൊടുക്കാം. കർവിന് മനസ്സിലാൻ വേണ്ടി എ ബി സി ഡി ഒ. കർവ് എ ഒ എ ബി സി ഡി. ഈ അച്ചടി ഭാഷ നമുക്ക് വേണ്ട, നമുക്ക് ആ കൺസെപ്റ്റ് ഒ എ ബി സി ഡി എന്ന് പറയുന്നതിന്റെ ആ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് കിട്ടും വുമൺ കിട്ടും. മറ്റേ നമുക്ക് അങ്ങോട്ട് പോണതിന് മുമ്പ് അത് ഇത് കണ്ടുപിടിക്കാം. എങ്ങനെ ഏരിയ കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവും, ഇവൻ ശരിക്കും ഒരു നോൺ പാരലൽ സൈഡ്സ് ഉള്ള ഒരു ട്രപ്പീസിയാണ് യഥാർത്ഥത്തിൽ. ട്രപ്പീസി എന്നൊക്കെ നമുക്ക് കൊടുക്കും അല്ലെ. ട്രപ്പീസിയത്തിന്റെ ഷേപ്പാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ട്രപ്പീസിയം രണ്ടായിട്ട് തിരിച്ചാൽ അവിടെ ഒരു ട്രപ്പീസിയം അല്ലെ. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി, ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. റൈറ്റ്. ഒറ്റ ട്രപ്പീസിയായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അല്ലെ. ഒരു ട്രപ്പീസിയ നോക്കി, ഒരു പാരലൽ സൈഡ്സ് ഉള്ള രണ്ട് നോൺ പാരലൽ സൈഡ്സ് നോക്കിയപ്പോഴേ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ആൻസർ ചെയ്താണ് നോക്കിയപ്പോഴേ പറഞ്ഞ നോക്കിയേ. മറ്റേ ഹസ്ന സുജീർ എന്ന് പറഞ്ഞ് അവരെന്തായിട്ടാണ് ഒറ്റ ട്രപ്പീസിയായിട്ട് എന്തെടുത്താണ് ഹസ്ന? ട്രപ്പീസിയത്തിന്റെ ഫുൾ ഒറ്റ ട്രപ്പീസിയായിട്ട് എന്തെടുത്താണ് ആൻസർ ചെയ്താണ്? ഒറ്റ ട്രപ്പീസിയായിട്ടാണ് എടുത്താണ്. അങ്ങനെയാണ് ചെയ്താണ്. അല്ല, രണ്ട് തിരിച്ചെടുത്താണ്. തിരിച്ചിട്ട് ട്രപ്പീസിയായിട്ട് എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ എടുത്താൽ ചിലപ്പോൾ ആൻസർ മാറിപ്പോകാൻ സാധ്യത. അതുകൊണ്ട് ഒറ്റയായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സംശയം വരും. അപ്പൊ പുള്ളി ഇതിനാണ് പൊളിക്കുക, എന്നെ പൊളിച്ചിട്ട് ചെയ്താലും മതി. അപ്പൊ ഇതിനങ്ങനെ പൊളിക്കുക, ഇതിനാണ് പൊളിക്കുക. ഇതാദ്യം നമ്മൾ എന്താക്കുക, ഇതൊരു സ്ക്വയർ റെക്ടാങ്കിൾ ആക്കുക. ഇതിനൊരു ട്രപ്പീസിയാണ്, പക്ക ട്രപ്പീസ് എന്ന് പറയുന്നത്. ഞാനൊരു സംശയം വരുന്നൊരു ആൻസർ തെറ്റാ സാധ്യത. എനിക്കൊരു സംശയം വന്നുകൊണ്ടായിരുന്നു നോക്കാം. രണ്ടായിട്ട് തിരിക്കാം. അപ്പൊ ഏരിയ അണ്ടർ കർവ് ഒ എ ബി സി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വളരെ സമാധാനത്തിന് പിള്ളേർ മനസ്സിലാക്കിയ ധൃതി കൂട്ടണ്ടായിരുന്നു. ചോദിച്ചാൽ മതി പിള്ളേർ. ഏരിയ ഓഫ് ഒ എ, അപ്പൊ റെക്ടാങ്കിൾ എഴുതാം. റെക്ടാങ്കിൾ ഒ എ ബി, ഇവിടെ വേറെ പേര് കൊടുക്കാം, ഇ എന്ന് കൊടുത്തോ. ഒ എ ബി ഇ. ഇതൊക്കെ നമ്മൾ അപ്പൊ പേര് കൊടുക്കണയാണ് പേപ്പറിൽ എഴുതാൻ വേണ്ടി, മനസ്സിലാവാൻ വേണ്ടി. പ്ലസ് പ്ലസ് ഏരിയ ഓഫ് ട്രപ്പീസിയം ഇ ബി സി ഡി. ഇ ബി സി ഡി എന്ന് പറഞ്ഞ വേറെ ട്രപ്പീസിയം ഉണ്ട്. ട്രപ്പീസിയം എന്ന് മനസ്സിലാവുന്നത് രണ്ട് പാരലൽ സൈഡ്സും ഉണ്ടാവും. ബിഇ എന്ന് പറഞ്ഞ ഒരു പാരലൽ സൈഡും ഉണ്ടാവും, സി ഡി എന്ന് പറഞ്ഞ പാരലൽ സൈഡ് ഉണ്ടാവും. അത് രണ്ട് പാരലൽ സൈഡ്സ്, രണ്ട് നോൺ പാരലൽ സൈഡ്സ് ഉണ്ടാവും. ട്രപ്പീസിയം. അതിനെ വീണ്ടും പൊളിക്കൂടി വേണമെങ്കിൽ റെക്ടാങ്കിൾ ട്രയാങ്കിൾ ആക്കണവരുണ്ട്. വേണ്ട, ഇത് മതി. ദാറ്റ് ഈസ് ഇക്വൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഒ എ ബി ഇ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഒ എ ഇൻറ്റു ഒ ഇ, ഒ എ ഇൻറ്റു ഒ ഇ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കിട്ടും റെക്ടാങ്കിൾ. പ്ലസ് ഈ ട്രപ്പീസിയത്തിന് ഒരു ഫോർമുല ഉണ്ട്, പണ്ട് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഡെറിവേഷൻ വേണ്ടി പഠിച്ച. ആരാ ഓർക്കണേ ഉള്ളത്? അത് പറഞ്ഞേ ശ്യാമിനെ. എന്താ ഫോർമുല? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. അതെ, ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഇവിടെ എഴുതാം. ഹാഫ് അറിയില്ലാത്തവർക്ക് കേട്ടോ, എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഇവിടെ മാത്സ് ആണ് ഞാൻ പറഞ്ഞത്. വല്ല അതിൽ എച്ച് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ പിള്ളേർ മനസ്സിലാക്കുക. എച്ച് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞത് എന്താകണെയാണ്, പാരലൽ സൈഡുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റ്, അതായത് ഓൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ പറയും. അതായത് ഇതാണ് എച്ച്. എ എന്ന് ഉദ്ദേശിച്ച് ഇതാണ് എ. ഇവിടെ മുതൽ ഇവിടെ എ. പാരലൽ സൈഡ്സിന്റെ ഒരു നീളം എ, മറ്റേ നീളം ബി. അപ്പൊ ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഇ ഡി. കണ്ടാ, ഇവിടെ മുതൽ ഇവിടെ വരെ, ഇവിടെ മുതൽ ഇവിടെ വരെ. കണ്ടാ ഇ ഡി.
ഇൻറ്റു എ പ്ലസ് ബി. അപ്പൊ എ പ്ലസ് ബി വെച്ചാൽ ആരാ? എ ആരാ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ തോമസ്, എ ആരാ? സ്മോൾ എ ആരാ? നമുക്ക് എന്ത് പേര് കൊടുക്കാം എക്ക്? ആ ഫിഗർ ഒന്നും മനസ്സിലാവണ്ട, കൊറേ വരയൊക്കെയാണ്. നീ എന്തിനാ പറയാത്ത? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? എനിക്ക് വേണ്ടി വെച്ചോണ്ടിരിക്കുന്നത്. നീ എന്തി പറയാത്ത? സാറ് മനസ്സിലാവുള്ളത് എന്താന്നുള്ളത് മനസ്സിലാവുള്ള എന്ന് പറയേണ്ട വാദമാണ്. അതിൽ ഞാൻ ഇടക്ക് ചോദിക്കണേ. അല്ലെ ഫിഗർ എനിക്ക് വേണ്ടി വെച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണോ അത്? ഫിഗർ മനസ്സിലാവളി വാദം എന്ന് പറയല്ലേ സാർ? അത് മനസ്സിലാവണില്ല, എന്താ വരച്ചത്? ഞാൻ ചോദിക്കാൻ നിൽക്കണോ? പറഞ്ഞേ പറഞ്ഞ മൂസിലെ എ ആരാ? എ സ്മോൾ എ ബിഇ. ഇവിടം മുതല് ഇവിടം വരെ ബിഇ. കാരണം അത് ക്ലിയർ അല്ലാന്ന് ആദ്യം പറയണ്ടേ? അത് ആവശ്യക്കാരാണെങ്കിൽ അവനോട് ഇങ്ങനെ ഇരിക്കാൻ എന്താ പറഞ്ഞതിന്? അതിനെന്താ ആൻസർ പറഞ്ഞേ? അപ്പൊ എന്താ ആവശ്യമുണ്ട്? ഞാൻ എടുത്ത് ചോദ്യം ചോദിക്കുന്ന ആരാണ് ആവശ്യക്കാരെന്ന് അറിയാനാ. ആവശ്യക്കാരല്ലാതെ നമ്മൾ ഈ ഇടങ്ങേറാവണ്ടെന്നേ. രാവിലെ എണിച്ച് എന്തെങ്കിലും ഇടങ്ങേറാവണം, പരിപാടി നിർത്താൻ പാടില്ലേ? ഇത് സി, ഇത് ഡി. എന്റെ ഒപ്പം വരച്ച് മനസ്സിലാവാന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കണം. ഇത് കിട്ടണമെങ്കിൽ സാർ ഇത് എന്താന്ന് ചോദിക്കണം. ഒരു മൊബൈൽ ഗെയിം എന്താ കളിക്കുക? മനസ്സിലാവുള്ള ഗെയിം കളിച്ചോണ്ടിരിക്കും, ചുമ്മാ ഗെയിം കളിച്ചോണ്ടിരിക്കും, ഒന്നും മനസ്സിലാവാത്ത ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുക എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തും, ഫ്രണ്ട്സിനോട് ചോദിക്കുകയും ചെയ്യും. അപ്പോഴാണ് അതിന്റെ താല്പര്യം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഫോർ ആറ്റിറ്റ്യൂഡ്, റൈറ്റ്? അതിനുവേണ്ടി ശ്രമം നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഇല്ലാത്തവൻ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ, ചുമ്മാ സമയം കളയാൻ തോന്നുന്നു, എട്ടങ്ങേറാവും ചെയ്യും. ഓക്കെ, അപ്പൊ ഒ എ ഇൻറ്റു ഒ ഇ. ഇത് വന്നത് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു. നീ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അവൻ ചോദിച്ചാലും ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഒന്നും മിണ്ടാതിരുന്നിട്ട് അത് ഞാൻ ചോദിക്കുമ്പോൾ സാറേ ഇത് മനസ്സിലാവണം, സാറേ എന്ത് എഴുതി വെച്ചാലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അപ്പോഴല്ലേ ചോദിക്കണേ. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ക്ലിയർ ആണ്? ഇനി നമുക്ക് വാല്യൂ കൊടുക്കണം. നോർമൽ ഒരു കോമൺ സെൻസ് ആണല്ലോ അത്. മനസ്സിലാവാത്ത സാധനം എന്താന്ന് ചോദിക്കാറല്ലേ. അപ്പൊ ഒ എ, അതിനെ ഞാൻ ഇടയ്ക്ക് ചോദിക്കണേ. ഒ എ എന്ന് പറഞ്ഞാൽ എന്ത് വലിപ്പ? ഒ മുതൽ എ വരെ ഒ എ എന്താ വലിപ്പം? അതിന്റെ പറയ സന, ഒ എ എന്താ? എത്ര ഒ എ? വാല്യൂ കൊടുക്കാം. 100. ഒ ഇ 10 പ്ലസ് ഹാഫ് ഇൻറ്റു ഇ ഡി. ഇ ഡി, ഇ മുതൽ ഡി വരെ വീണ്ടും 10 ഇൻറ്റു ബിഇ. ഓക്കെ, 100 തന്നെ വരും. കണ്ടാ ഓക്കെ. ബി ഈ ദൂരം തന്നെ കണ്ടാ, ഇതാണ് ബിഇ. അത് ഇത് തന്നെയാ, 100 തന്നെയാ. മനസ്സിലാവാത്തവർ പറഞ്ഞോളൂ കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 100 പ്ലസ് സി ഡി. ഇതാണ് സി ഡി. എന്താ പറയുക? ഇതെന്താ? ഇതാണ് ഈ സി ഡി എന്ന് പറഞ്ഞാൽ. ഇത് എത്രയാ? 50. വളരെ സമാധാനത്തോടെ ചെയ്താൽ മതി. എത്ര സമയത്ത് ഞാൻ ചെയ്തറിയാം? 1 മണിക്കൂറായ പ്രോബ്ലം. 1 മണിക്കൂർ 6:44, 6 മണിക്ക് നമ്മൾ തുടങ്ങിയതാ. എന്നിട്ട് സാറേ ഒരു കുന്തം ഇതാവുള്ള എന്ന് പറഞ്ഞാൽ എന്ത് ശ്രദ്ധയുണ്ടല്ലോ. 1000 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 150 വെട്ടിയാൽ വെട്ട ഇൻറ്റു അല്ലേ 75. അപ്പൊ 1000 പ്ലസ് 5 ഇൻറ്റു 10 750 ജൂൾ. പറഞ്ഞു. ഈ ഒരു പ്രോബ്ലം ഞാൻ 1 മണിക്കൂർ എടുത്ത് ചെയ്തെന്താ? ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രോബ്ലം വന്നാലും 10 പ്രോബ്ലം ചെയ്യണതിന്റെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇത്ര വലിയ പ്രോബ്ലം ചെയ്യുമ്പോൾ അയ്യോ വലിയൊരു പ്രോബ്ലം എന്ന് ഓർക്കണ്ട. അതിന് പല 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 കൺസെപ്റ്റ് ഉണ്ട് എന്ന് ഓർത്താൽ മതി. നമ്മൾക്ക് അങ്ങനെ സാധാരണ പിള്ളേർക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ട് തോന്നുന്നു, അങ്ങനെ ചിന്തിക്കണ്ട. ഇത് വലിയൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിനെ പ്രോബ്ലം തന്നാക്കണമെന്നുള്ളൂ. ഇത്ര കൺസെപ്റ്റിനകത്ത് നമ്മൾ പഠിച്ച് ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചു, ഏരിയ കാണാൻ പഠിച്ചു, ട്രപ്പീസിയത്തിന്റെ ഫോർമുല പഠിച്ചു, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കോൺസെപ്റ്റ് പഠിച്ചു. അത് യൂണിഫോം ആണെങ്കിൽ സ്ട്രെയിറ്റ് ആണെന്ന് പഠിച്ചു. എന്തോരം കൺസെപ്റ്റ് അതിനകത്ത് വന്നു.
അടുത്തത് അതിന് കൂടെ ഉണ്ടല്ലോ അത് കണ്ട് ഒരു ചോദ്യം ഇവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ ഒരു ഹാൻഡ് റൈസ് ചെയ്ത് അതിന് കൂടെ ഒരു ചോദ്യം ഇവിടെ കഴിഞ്ഞ ഒരു ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞ ഓക്കെ. ഒരാള് 2 3 ആരുടെ കൈ ബുക്കിൽ ഇരുന്നോട്ടെ കേട്ടാ. മറുപോണ്ട കൈ എനിക്ക് കാണണ്ട, 2 കൈ കാണണ്ട. നിന്റെ കൈ വേറെ സ്ഥലത്തേക്ക് പോകണ്ട. അർഷദ് കഴിഞ്ഞു പറഞ്ഞ അർഷദേ നോട്ടെ. അർഷദ പറഞ്ഞേ. minus frictional done by frictional force. അതെ അവൻ പറഞ്ഞ സെന്റൻസ് ഓർഡർ എഴുതാം. നല്ലത് അവൻ പറഞ്ഞ പോലെ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു എന്താ ചെയ്യണ്ടേ ഗ്രാഫിൽ നിന്ന് അതെ എന്താ കാണണ്ടേ? അതാ ഏരിയ എന്ന് പറഞ്ഞ എന്തിന്റെ ഏരിയ കണ്ടേ പറഞ്ഞേ? ഇതിന്റെ ഏരിയ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ഏരിയ. ഇവിടെ പേര് കൊടുക്കാം. ഇവിടെ ഒരു ഡി ഉണ്ടല്ലോ. അപ്പൊ എഫ് ജി എന്ന് ഒരു പേര് കൊടുക്കാം. നോക്കണവന് മനസ്സിലാവും. മനസ്സിലാൻ വേണ്ടി OFGD. അപ്പൊ നമ്മൾ കൊടുക്കും വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഏത് റെക്ടാങ്കിൾ? നമ്മൾ ഇഷ്ടമുള്ള പേര് കൊടുത്താൽ മതി. OFGD. അപ്പൊ ദാറ്റ് ഈസ് ഇക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദാറ്റ് ഈസ് ഇക്വൽ ടു -50 ഇൻറ്റു എത്രയാണ് ബ്രെഡ്ത്ത്? എത്ര? 20. ഇതാണ് ലെങ്ത് ആയിട്ട് എടുത്തു, ബ്രെഡ്ത്ത് ആയിട്ട് എടുത്തു. ബ്രെഡ്ത്ത് 20 അല്ലേ? ഗ്രാഫിലെ വാല്യൂ ആണല്ലോ എടുക്കുന്നത്. -50 ഇൻറ്റു 20. എവിടെ പ്രശ്നമുള്ളവർ പറഞ്ഞോട്ടോ. ദാറ്റ് ഈസ് ഇക്വൽ ടു 1000, റൈറ്റ്? മൈനസ് ജൂൾ. -1000 ഇതാണ് എന്റെ ഐഡിയ. ഒരുപാട് ഐഡിയ അതിനകത്ത് വന്നിട്ട്, ഒരുപാട് കോൺസെപ്റ്റ് അതിനകത്ത് വന്നിട്ട്. നോക്കാം. അപ്പൊ അതോടെ ഞാൻ വർക്ക് എന്നുള്ള ടോപ്പിക്ക് നിർത്തുകയാണ്. വർക്കിന്റെ പ്രോബ്ലം ചെയ്തു, പല ടൈപ്പ് വർക്ക് പഠിച്ചു, വർക്കിന്റെ ഇക്വേഷൻ പഠിച്ചു, പല ടൈപ്പ് വർക്ക് ഉണ്ടെന്ന് വെച്ച് പ്രോബ്ലം ചെയ്തു. അതോടെ വർക്ക് അവിടെ തീരും. അടുത്ത നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിൽ എനർജി. ശരി. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് സംശയമാണല്ലോ വർക്ക് എനർജിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ ഇത്തിരിയുടെ ക്ലാരിറ്റി വേണം. വർക്ക് ഇപ്പൊ പഠിച്ചു, എനർജി നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ബുക്ക് നിങ്ങളുടെ ബുക്ക് ഞാൻ വേറെ ചോദിക്കട്ടെ, നമ്മുടെ കയ്യിൽ ഒരു ടേബിൾ, സപ്പോസ് നമുക്ക് ടേബിൾ, ഓക്കെ, ഇവിടെ ടേബിൾ ഒരു നല്ല വെയിറ്റ് ഉള്ള ഒരു ടേബിൾ സപ്പോസ്, ഓക്കെ, ടേബിൾ നമ്മൾ പുഷ് ചെയ്യണം, ഓക്കെ, നമ്മൾ തള്ളുകയാണ്. അതിന്റെ ചോദ്യം ഉണ്ടല്ലോ, നല്ല എനർജി കൂടുന്തോറും, ഇപ്പൊ തള്ളുന്ന ആളുടെ എനർജി കൂടുന്തോറും, അപ്പൊ നമ്മൾ പുഷ് ചെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നുണ്ട്. പുഷ് ചെയ്യാൻ വർക്ക് ചെയ്യാണ്, ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല എനർജി കൂടുതലുള്ള ആളാണ് തള്ളണമെങ്കിൽ അവിടുത്തെ വർക്ക് കൂടുകയോ കുറയോ അതോ വർക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒരു ചോദ്യം വളരെ കേട്ടോ, ശ്രദ്ധിച്ചൊന്നും കേട്ടോ. ഒരു ടേബിൾ, നല്ല വെയിറ്റ് ടേബിൾ, നമ്മൾ അതിനെ തള്ളുമ്പോൾ അതിന്റെ വർക്ക് അവിടെ നടക്കുക. വർക്ക് ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അവൻ തള്ളി ആണെങ്കിൽ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് ഉണ്ട്, വർക്ക് ഉണ്ട്. എനർജി കൂടിയ ആളാണ് തള്ളണമെങ്കിൽ അവിടുത്തെ വർക്ക് കൂടുകയോ കുറയോ അതോ വർക്കിന് മാറ്റമൊന്നും ഉണ്ടാവില്ലേ? വാട്ട് ഈസ് യുവർ ആൻസർ? ടെൽ മീ, വാട്ട് ഈസ് യുവർ ആൻസർ? ടെൽ മീ. കൈപൊക്കുണ്ട്, കൈപൊക്കതിന്റെ കൂടെ അക്കുമല്ലേ പറഞ്ഞ അക്കുമല്ലേ എന്താ സംഭവിക്കുന്നത്? വർക്ക് കൂടുകയോ കുറയോ അതോ മാറ്റമൊന്നും ഉണ്ടാവില്ലേ? അക്മൽ എവിടെ വിളിച്ചത്? അക്മൽ പറ.
എവിടെയാടാ ഈ അനക്കൊന്നുമില്ലാത്ത ഇതൊന്നും അനക്കമില്ലാത്ത എന്താ ചോദിച്ചാ സമയങ്ങളെയാ വേണ്ടേ പറഞ്ഞു. ഇതുവരെ പഠിച്ചിട്ടില്ല, ഇതുവരെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ നെറ്റും ഇല്ല, കാര്യങ്ങളും സൗണ്ടും ഇല്ല. ദുൽഫുക്കാർ പറഞ്ഞേ എന്താ എനർജി കൂടിയ ആൾക്ക് വർക്ക് കൂടുതലാണോ അതോ വർക്ക് കൂടും? സ്വാഭാവികമായിട്ടും വർക്ക് കൂടും. അവിടെ വർക്ക് കൂടും. എനർജി കൂടിയ ആളാണ് വർക്ക് കൂടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജിയെ എന്തെന്ന് പറയാം? എനർജിയെ എന്തെന്ന് പറയാം ദുൽഫുക്കർ? അങ്ങനെയാണെങ്കിൽ എനർജിയും വർക്കും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം ദുൽഫുക്കർ? അതായത് ഞാൻ ചോദിക്കട്ടെ, എനർജി കൂടുന്തോറും വർക്ക് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. എനർജി കൂടിയ ആൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് എനർജി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്യാനുള്ള ദുൽഫുക്കാർ വർക്ക് ചെയ്യാനുള്ള എനർജി കൂടിയ ആൾക്ക് ഞാൻ പറയാം ഒന്ന് കേട്ടോ. നിന്നെ കൊണ്ട് കണക്ട് ചെയ്യാൻ എനിക്ക് സെന്റൻസ് പറയാൻ അറിയില്ലാത്തതുകൊണ്ടല്ല. കേട്ടോളുടെ പിള്ളേരിനകത്ത് അവൻ ഇൻവോൾവ്ഡ് ആകുമ്പോലെ ഇൻവോൾവ്ഡ് ആയിക്കോളൂ. ഒരാളെ ഞാൻ പേര് ചോദിക്കുന്നുള്ളൂ. വർക്ക് എനർജി കൂടുന്നോറും നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാം. വർക്ക് ചെയ്യാനുള്ള കഴിവ് അതാണല്ലോ. അതിലെ എനർജി കൂടിയാൽ കൂടുതൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞേ. അപ്പൊ വർക്ക് ചെയ്യാനുള്ള കഴിവാണ് എന്തെന്ന് പറഞ്ഞേ? എനർജി. അതിനുള്ള കപ്പാസിറ്റിയാണ് എനർജി. അതുകൊണ്ടാണ് എനർജി എന്താന്ന് പറഞ്ഞത്? കപ്പാസിറ്റിയാണ്. എന്തിനു വേണ്ടി? ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എന്തെന്ന് പേരിട്ട് വിളിക്കും? എനർജി. അപ്പൊ ഒരു രീതിക്ക് രണ്ട് രീതിക്ക് നമ്മൾ പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾ പ്രത്യേകം എഴുതേണ്ട പോയിന്റ് ആണ് ആരോ ഇട്ടിട്ട്. എന്താണ് എനർജി? എനർജി ഈസ് ദി കപ്പാസിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് എനർജി എന്ന് പറയുന്നത്. വേറെ ഒരു മാറ്റവും ഇല്ല. വർക്ക് എത്ര ചെയ്യാനുള്ള കഴിവുണ്ടോ അതിന് എനർജി എന്ന് വിളിക്കും. വേറെ ഒരു മാറ്റവും വരുന്നില്ല. ഞാൻ വേറെ കാര്യം എടുത്തിട്ട്, നമ്മൾ ജിമ്മിൽ പോണാരാണല്ലോ? ജിമ്മിൽ പോണാരാണല്ലോ? ജിമ്മിൽ ആരെങ്കിലും പോകണ്ടോ? ആൺകുട്ടികളോ പെൺകുട്ടികളോ ആരെങ്കിലും ജിമ്മിൽ പോകണ്ടോ? ആരെങ്കിലും പോകണ്ടോ? ഇല്ല, പോണില്ല. ഞാൻ ചോദിക്കട്ടെ, ജിമ്മിൽ പോണവരെ നിങ്ങൾക്ക് അറിയാം ജിം എന്താന്ന് പറയാം. ജിമ്മിൽ പോയിട്ട് അവിടെ എന്താ ചെയ്യണേ? ആരാ പറഞ്ഞേ? ജിമ്മിൽ പോയിട്ട് എന്താ ചെയ്യണേ? സംശാദേ, ഒരാൾ ജിമ്മിൽ പോയാൽ എന്താ ചെയ്യണേ? വർക്കൗട്ട് ചെയ്യും. കണ്ടോ? ബ്രില്യന്റ് ആൻസർ ആണ് പറഞ്ഞത്. വർക്കൗട്ട് ചെയ്യുന്ന പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ജിമ്മിൽ പോയി നല്ല വർക്കൗട്ട് ചെയ്യും. നല്ല വർക്കൗട്ട് ചെയ്യുന്നു പറയുമ്പോ നല്ല വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ സംശാദേ, കേട്ടോട്ടെ, പിള്ളേരെല്ലാവരും ശ്രദ്ധിക്കണ്ടേ? അല്ല, ഇവൻ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇവന് എന്താ കിട്ടണേ? ഫൈനലി ഇവൻ എന്താ കിട്ടണേ? എന്താ ഗുണം? എനർജി കൂടും. കേട്ടോ നിങ്ങൾ? എനർജി കൂടും. അവന് വേറെ പണി എടുക്കാനുള്ള എനർജി. അപ്പൊ തിരിച്ചു കണ്ട എനർജി എന്ന് പറയുന്നത് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. ശരി, നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ചെയ്താൽ നമുക്ക് എനർജി കിട്ടും. അങ്ങനെയുള്ള ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ജിമ്മിൽ പോയി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഞാനീ പറഞ്ഞ ജിമ്മും കാര്യങ്ങൾക്ക് നിങ്ങൾ വേറെ, അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി വേറെ എഴുതിയിടും. ജിമ്മിൽ പോയി നമ്മൾ വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എനർജി വീണ്ടും കിട്ടും. അപ്പൊ ഇവര് തമ്മിൽ വേറൊരു ബന്ധത്തോടെ പറയാലോ. എന്തു പറയാം? വേറൊരു ബന്ധത്തോടെ ആർക്ക് പറയാം? ഐഷ ഒരു ബന്ധത്തോടെ പറഞ്ഞ അങ്ങനെയാണ്. ഇപ്പൊ പറഞ്ഞ ഐഡിയ ഒരു ബന്ധത്തോടെ പറഞ്ഞു. വർക്ക് ചെയ്താൽ നമുക്ക് എനർജി കിട്ടും. എന്ത് പറയാ? നമുക്ക് എനർജി കിട്ടും അല്ലെ? അതല്ലേ ഇപ്പൊ പറഞ്ഞേ. ജിമ്മിൽ പോയി നമ്മൾ വർക്ക് ചെയ്യാന്നല്ലേ സംശാദ് പറഞ്ഞു. ജിമ്മിൽ പോയി നമ്മൾ വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുമ്പോൾ സംശാദ് തന്നെ പറഞ്ഞു നമുക്ക് എനർജി കിട്ടും സാറേ പറഞ്ഞു. ശരി, അപ്പൊ ഇത് എങ്ങനെ സെന്റൻസ് ആക്കാം നമുക്ക്? വർക്കും എനർജി. ഒരു ബന്ധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് വേറെ രീതിക്കൊന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് എനർജി കിട്ടും. എങ്ങനെ പറയാം സ്റ്റേറ്റ്മെന്റ്? ആരാ പറഞ്ഞ? ആരെങ്കിലും പറഞ്ഞു? ആരെങ്കിലും ഒരാൾ പറഞ്ഞു? ഒന്ന് പറയാൻ ആനന്ദ് ബി. വർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ആണോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണൽ വേണമെങ്കിൽ പറയാ. പറഞ്ഞു വേറെ ഇത്ര നല്ല വാക്ക് പറയാം.
പറഞ്ഞ വിളിച്ചു പറയരുത്, വിളിച്ചു പറയും, കൈ വെക്കാനേ പറ്റൂ. വേറെ 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 ആരാ കൈ നോക്കിയേ? ആ ഒന്ന് പറഞ്ഞ ആസിഫ് മുഹമ്മദ്. ആസിഫ് മുഹമ്മദ് എന്ന് പറയാം വർക്ക് എന്താന്ന് പറയാം. വർക്ക് ഈസ് ആസിഫ് മുഹമ്മദ് പറയാമോ? നമ്മൾ വർക്ക് ചെയ്താൽ അത് എനർജിയായി മാറും. സൗണ്ട് ഓണാക്കി ആസിഫ് മുഹമ്മദ്, സൗണ്ട് ഓണാക്കിട്ട് അപ്പൊ തന്നെ അറിയില്ലെങ്കിൽ ഇല്ലാന്ന് പറയില്ല. പരിപാടി സമയങ്ങളെ യെസ് ഞാൻ പറഞ്ഞു കേട്ടോ. വർക്ക് ഞാൻ നിർത്തുമായിരിക്കും, ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കണേ. അത് പെട്ടെന്ന് സജഷൻസ് കിട്ടണം, അപ്പോൾ എനിക്ക് ചിലപ്പോൾ നല്ല ആൻസർ കിട്ടും അല്ലേ. വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എനർജി. നിങ്ങൾ കാണാതെ പഠിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ സമയങ്ങളാണ് അതിനകത്ത് കിട്ടുന്ന ഐഡിയകൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബുക്കിൽ വന്നോളൂ. അല്ലാതെ എന്തെങ്കിലും ഞാൻ പറയുന്നത് പോയിട്ട് എഴുതി വെച്ചേക്കരുത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 2 ഐഡിയ കിട്ടി. വർക്ക് ചെയ്യുന്നത് എന്താവും നമ്മുടെ ശരീരത്തിൽ സ്റ്റോർഡ് ആസ് എനർജി എന്ന് പറഞ്ഞില്ലേ. എല്ലാ സ്ഥലത്തും, ശരീരത്തിന് മാത്രമല്ല. അതൊരു എക്സാമ്പിൾ ആ ജിമ്മിന്റെ. ജിം ഈസ് ആൻ എക്സാമ്പിൾ. മെയിൻ പോയിന്റ് 2 കിട്ടി. 2 രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. എനർജി എന്ന് പറയുന്നത് 2 രീതി, വർക്കും എനർജി 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഏതൊക്കെയാ എലിസബത്തെ ഒന്ന് പറഞ്ഞേ? ഏതൊക്കെയാ? ഒന്ന്, എനർജി is the capacity to do work. അപ്പൊ അത് തമ്മിലൊരു ബന്ധം. എനർജി is the capacity to do work. 2, work is stored as energy. 2 ഐഡിയ. വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എനർജി. 2 ഒന്നാണെന്നല്ലേ മനസ്സിലായത്? 2 വ്യത്യാസമൊന്നുമില്ല. ചുരുക്കത്തിന് വേറെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. വർക്ക് ഈസ് വെരി സിമിലർ ടു എനർജി. എനർജി ലെറ്റർ ഇ ആണ്. വർക്ക് എനർജി തന്നെയാണ്, വേറൊരു കോലത്തിലാ പറയണേന്നുള്ളൂ. ഒന്ന് സ്റ്റോർഡാസ് പറയും, ഒന്ന് കപ്പാസിറ്റിയാന്ന് പറയും. 2 ഒന്നാണ്. വർക്കും എനർജി തമ്മിൽ യഥാർത്ഥത്തിൽ എന്തില്ല, വ്യത്യാസമില്ല. പല കോലത്തിൽ പറയും. ഒരാൾക്ക് നല്ല എനർജി എന്ന് പറയും, അയാൾക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. നല്ലപോലെ വർക്ക് ചെയ്തു എന്ന് പറയും, അപ്പൊ അവിടെ നല്ല എനർജി ഉണ്ട്. ഗോഡ്. അപ്പൊ ഇവര് തമ്മിൽ വ്യത്യാസം ഇല്ല എന്നുള്ള പോയിന്റ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഗോഡ്. വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എനർജി. ഒരു മാറ്റവും ഇല്ല. പറഞ്ഞു. പ്രശ്നങ്ങളല്ല അപ്പൊ പറഞ്ഞു. പ്രശ്നങ്ങളല്ല, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞു. ഇനി ജീവിതത്തില് എത്ര നാള് കഴിഞ്ഞാലും, +2 ഞാൻ പല സ്ഥലത്തും ഉപയോഗിക്കും, ഡിഗ്രിക്ക് നിങ്ങൾ ചെല്ലും. അപ്പൊ ആര് ചോദിച്ചാലും നിങ്ങൾ, ഞാൻ ഇത്രയും നേരം എന്റെ 15 മിനിറ്റ് കളഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം ബുക്കിൽ. അത് ബുക്കിൽ നിന്ന് വീട്ടിൽ പോയി വായിച്ചു കഴിഞ്ഞ് ഒരു പരീക്ഷയിലൂടെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ആര് ചോദിച്ചാലും ജീവിതത്തിൽ പറയാൻ പറ്റണത് കടപടം പഠിച്ചാൽ മറന്നു പോകും. പരീക്ഷ കഴിയുമ്പോൾ തന്നെ മറന്നു പോകും. നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യണം. ജിമ്മിന്റെ പറഞ്ഞു. അത് ഞാൻ വെറുതെ ഇട്ടാണ്, ഞാൻ ഇട്ടാണ്. ഇത് സിമിലർ എന്നുള്ള നമ്മൾ സിമിലാരിറ്റിക്ക് ഇടുന്ന ഒരു സാധനം കിട്ടുന്നുള്ളൂ. ഒരെണ്ണം ഇടുള്ളൂ ഇങ്ങനെ, ഞാൻ വെറുതെ ഇട്ടുള്ളൂ. അങ്ങനെ ചോദിക്കണം, ഞാൻ എഴുതിയാലേ അത് കൺഫ്യൂഷൻ വരും. വർക്ക് തന്നെയാണ് എനർജി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ഇനി എനർജി, പല ടൈപ്പ് എനർജിയെ കുറിച്ച് അറിയാം. ഒന്ന് പറഞ്ഞേ എനർജി പല ടൈപ്പ്. പറഞ്ഞ ആരോ? സാർ, ഇനി ക്വസ്റ്റ്യനിലെങ്ങാണ്ട് എനർജി കണ്ടുപിടിക്കാൻ വർക്ക് ആയാലും കുഴപ്പമില്ലല്ലോ. വർക്ക് അതാണ് ക്വസ്റ്റ്യനിൽ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മള് ചിലപ്പോൾ വർക്ക് കണ്ടുപിടിക്കും. വർക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ എനർജി ആയിട്ട് കണ്ടുപിടിക്കും. 2 ഒന്നാം. ശരി, അതാണ് പറഞ്ഞ പോയിന്റാ. അങ്ങനെയൊക്കെ വരാം. ശരി, ഇനി വേറെ കൃഷ്ണാനന്ദേ, പല ടൈപ്പ് എനർജി, പല ടൈപ്പ് എനർജി പരിചയമുള്ള? എനർജി, പൊട്ടൻഷ്യൽ എനർജി. അബ്സല്യൂട്ട്ലി. കൈനറ്റിക് എനർജിയെ പരിചയം കേട്ടിട്ടുണ്ട്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അബ്സല്യൂട്ട്ലി. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, മെക്കാനിക്കൽ എനർജി ഉണ്ട്. മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് 2 കൂടി കേട്ടോ. അത് പുസ്തകം വേറെ നോക്കി ഞാൻ തൊട്ടപ്പുറം ഡെറിവേഷൻ വരുന്നത്. മെക്കാനിക്കൽ എനർജി എന്ന് നിങ്ങൾക്ക് എവിടെയും കേട്ടാൽ, മെക്കാനിക്കൽ എനർജി 2 എനർജിയുടെ ഒരുമിച്ച്, 2 എനർജിയെ ഇവിടെ വിളിക്കുന്ന പേരാണ്. പൊട്ടൻഷ്യൽ എനർജിയെയും കൈനറ്റിക് എനർജിയെയും 2നെയും വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഹീറ്റ് എനർജി. വേറെ എനർജി അറിയാവുന്ന ഒന്ന് പറഞ്ഞ തസ്കിന. വേറെ എനർജി, ഒരു എനർജി പറഞ്ഞ പോലെ എന്തെങ്കിലും എനർജി പെട്ടെന്ന് ഓണാക്കും. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം. 10 തവണ തസ്കിന ഇല്ലാന്ന് പറയുള്ളൂ, 11ാം തവണ തസ്കിന ഉണ്ടെന്ന് പറയും. ഏതാ? ലൈറ്റ് എനർജി ഉണ്ടാവും. ലൈറ്റ് എനർജി ശരിയാണ്. അബ്സല്യൂട്ട്ലി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് എനർജി, റൈറ്റ്? ലൈറ്റ് എനർജി ഭയങ്കര എനർജി അല്ലേ? സോളാർ പാനൽ വർക്ക് ചെയ്യും ലൈറ്റ് എനർജി അല്ലേ?
അങ്ങനെ ഒരുപാട് എനർജികളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഹീറ്റ് എനർജിയെ കുറിച്ചാണ് വിശദമായി നിങ്ങൾ പണ്ട് പഠിച്ചാൽ. ഹീറ്റ് എനർജി കറണ്ട് ഒഴുകുമ്പോൾ, ഒരു സ്ഥലത്ത് കറണ്ട് ഒഴുകുമ്പോൾ അതിനകത്ത് ഹീറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. H=I²RT. ഇത് ഹീറ്റ് എനർജിയെ കുറിച്ച് പഠിപ്പിച്ചതാണ്. ഈ ലോ ഏതാണെന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ ലോ ഏതാ അനന്തു? ഈ ലോ ഏതായിരുന്നു? അനന്തുരാജ്? ജൂൾസ് ലോ. ജൂൾസ് ലോയാണ്. ജൂളാണ് ഇതിനെ കുറിച്ച് പറഞ്ഞത്. H=I²RT. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഏതറിയപ്പെടുന്നത്? ഹീറ്റ് എനർജിയുടെ SI യൂണിറ്റ് ജൂളാണ്. അങ്ങനെ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ എല്ലാ എനർജിയുടെ SI യൂണിറ്റ് എന്താക്കി മാറ്റി? ജൂളാക്കി. അപ്പൊ കൈനറ്റിക് എനർജി SI യൂണിറ്റ് ആരാ? ജൂൾ. പൊട്ടൻഷ്യൽ എനർജി ജൂൾ, ഹീറ്റ് എനർജി ജൂൾ, മെക്കാനിക്കൽ എനർജി ജൂൾ. എല്ലാ ലോകത്തുള്ള എല്ലാ എനർജിയുടെ SI യൂണിറ്റ് ആരാണ്? ജൂൾ. ക്യാപിറ്റൽ ലെറ്റർ J. അതുകൊണ്ടാണ് വർക്കിന്റെ SI യൂണിറ്റ് ഏതാ വരുന്നത്? അതിൽ കുഞ്ഞിവേ വർക്കിന്റെ SI യൂണിറ്റ് ഏതാ വരുന്നത്? വർക്കിന്റെ SI യൂണിറ്റ് ഏതാ? വർക്കിന്റെ SI യൂണിറ്റ് വർക്കിന്റെ ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ? അപ്പൊ നീ ഇന്നലെ വായിച്ചിട്ടില്ല. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ന്യൂട്ടൺ മീറ്റർ. അതിന് ഒറ്റ പേര് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ജൂളാക്കും. വർക്കിന്റെ SI യൂണിറ്റ് ജൂൾ തന്നെയാണ്. കാരണം എനർജി തന്നെയാണ് വർക്ക്. അപ്പൊ വർക്കിന്റെ SI യൂണിറ്റ് ജൂൾ വരാൻ കാരണം എനർജിയുടെ SI യൂണിറ്റ് ജൂളാണ്, വർക്കിന്റെ SI യൂണിറ്റ് ജൂളാണ്. പിന്നെ ന്യൂട്ടൺ മീറ്റർ അത് വേറെ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അത് തന്നെയാണ് ജൂള്. ഇങ്ങനെ ഞാൻ കറക്റ്റ് ചെയ്ത് തന്നിരുന്നു. നീ വായിച്ചിട്ടില്ല, നീ തുറന്നു നോക്കിയിട്ടില്ല. അതുകൊണ്ട് നീ അപ്പോഴും അത് തപ്പണേ. ഓക്കെ, ഓരോന്ന് ശരിയാക്കി പോയില്ലെങ്കിൽ മുകളിലേക്ക് പോവില്ല, അവിടെ കിടന്ന് കറങ്ങും. മാത്തമാറ്റിക്സ് ഇങ്ങനെ തന്നെ ഉണ്ടാവണേ. ട്രിഗണോമെട്രി നിങ്ങൾ ഇനി അടുത്ത ചാപ്റ്റർ പഠിക്കൂലേ? ട്രിഗണോമെട്രി ഒരു ഫോമിൽ അറിയാതെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ പോവുള്ളൂ. അടുത്ത കഴിയുമ്പോൾ മാത്തമാറ്റിക് ഇൻഡക്ഷൻ, കോംപ്ലക്സ് എല്ലാം അങ്ങനെ. ഓക്കെ ശരി. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് അറിയില്ല എന്നത് ബാക്കിലേക്ക് വിടുന്നത്. നിങ്ങൾ പറയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ കേൾക്കുന്ന സിസ്റ്റമേ ഉള്ളൂ. അങ്ങനെ പറയാ, അങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയാ പഠിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റും എന്നുള്ള ചിന്തയല്ലേ പ്രശ്നം. ഇനി കേട്ടോ, ഇത് SI യൂണിറ്റ് അല്ലേ? നമ്മുടെ ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്, അറിയാം. ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് അത് മാത്രമുള്ള യൂണിറ്റ് അല്ലല്ലോ. കിലോമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, ചെറുതും വലുതൊക്കെ ഉണ്ട്. അതേപോലെ SI യൂണിറ്റ് ജൂളാണ്, ചെറുതും വലുതൊക്കെ ഉണ്ട്. മില്ലി ജൂൾ, മെഗാ ജൂൾ എന്നൊക്കെ പറയാം. എല്ലാം പറയാട്ടോ, എല്ലാ സംഖ്യയും അങ്ങനെ പറയാം. അങ്ങനെ ഓരോ സാധനമുണ്ട്. അതായത് 10⁻⁻7 ജൂൾ വരുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരു ജൂള് 1/70. 10⁻⁻7 ജൂളിനെ വിളിക്കുന്ന പേരാണ് എർഗ്. അത് ചിലപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വരും. കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വരും. എർഗ് എന്ന് വിളിക്കും. പിന്നെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ എടുത്ത് നോക്കിയാൽ അറിയാം. ഒരു ടേബിൾ നമ്മുടെ ഒരു ടേബിൾ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. പേജ് നമ്പർ 117 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 117 6.1 ഒരു ടേബിൾ. 6.1 കണ്ടോ? ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് ആവശ്യം വരും. വായിച്ച ടേബിൾ വായിച്ച ഏജിൽ വരിക. ടേബിൾ 117 ടേബിൾ 6.1 ചെറിയ ടേബിൾ 117 ടേബിൾ. എർഗ് ആദ്യം എർഗാണ്. എന്താണ് വെച്ചാൽ എർഗ് 10⁻⁻7 ജൂൾ. ഇലക്ട്രോൺ വോൾട്ട് 1.6 × 10⁻⁻19 ജൂൾ. കലോറി 4.186 ജൂൾ. അത് ആവശ്യമുള്ള ഒരു മിനിറ്റ്. കലോറി ഒന്ന് കേൾക്കേണ്ട ആവശ്യം. കലോറി 4. എത്രയാണ് കലോറി? 4.186 ജൂൾ. ഇത് വേറെ സ്ഥലം പറഞ്ഞുതരാം. നോക്കി, ഏകദേശം 4 ജൂളാണ് ഒരു കലോറി. കലോറിന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കലോറിന്ന് എവിടെ കേട്ടണം? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കലോറിന്ന് എവിടെ കേട്ടണം? ആരെ കേട്ടാണ്? അനന്തു PM. ഈ പ്രോട്ടീൻ പൗഡറിനകത്ത് അതെ പ്രോട്ടീൻ പൗഡറില് ഫുഡിന്റെ കലോറി കൂടിയ ഫുഡുകൾ കഴിക്കരുത്. നമ്മൾ ഈ മറ്റേ ജങ്ക് ഫുഡ്സ് എന്നൊക്കെ വിളിക്കൂലേ? നമ്മുടെ ബർഗറുകൾ, നമ്മുടെ ഷവർമ, ഈ ഐറ്റംസ് കലോറി കൂടിയതാണ്. ബർഗറുകൾക്കൊക്കെ കലോറി കൂടിയ ഫുഡുകൾ കഴിച്ചാലാണ് അസുഖങ്ങൾ, കൊളസ്ട്രോൾ പോലെ അസുഖങ്ങൾ വരുന്നത്. ഏറ്റവും കലോറി കൂടിയ ഒരു ഫുഡ് ആണെന്നറിയാം. ഏറ്റവും കലോറി കൂടിയ ഫുഡ്
ഏറ്റവും കലോറി ഫുഡിന്റെ ഒരു പേര് ആരെങ്കിലും പറയും? ഏറ്റവും കലോറി ഫുഡ്, ഭയങ്കര കലോറി ഉള്ള ഒരു ഫുഡ് അത് പറഞ്ഞ ആരുണ്ട്? സാർ ഈ കേക്ക്. പിന്നെ വേറെ പറഞ്ഞേ കലോറി കൂടിയ ഫുഡ്, ഏറ്റവും കലോറി, അതിനേക്കാൾ കലോറി കൂടിയത് ആരാ പറഞ്ഞു? എന്ന് പറഞ്ഞേ ഐഷ, ഒരു നല്ല കലോറി കൂടിയ ഫുഡ് വരണം പറഞ്ഞു. എങ്ങനെ കലോറി? ബർഗർ, പിസ്സ. വേറെ ബർഗർ പിസ്സക്ക് ഞാൻ പറഞ്ഞു. വേറെ വേറെ പറഞ്ഞേ? പറഞ്ഞേ ഈ ചപ്പാത്തി ആക്കാൻ പറയില്ലേ വൈകിട്ട്? ചപ്പാത്തി ആക്കാൻ പറയും കുറച്ച് പ്രായമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. കലോറി, ചോറിന് കലോറി ഉണ്ട്, നല്ല കലോറിയാ. നല്ല കലോറി കൂടിയാണ് കപ്പ. നമ്മുടെ കപ്പ ഇല്ലേ, കപ്പ നമ്മൾ കഴിക്കുക കപ്പ ഭയങ്കര കലോറിയാണ്. അതുകൊണ്ടാണ് പിള്ളേരെ പണ്ട് ഈ പണിക്ക് പോണ ആൾക്കാരുണ്ടല്ലോ, പണിക്ക് പോണ ആൾക്കാർ പണ്ട് പാടത്ത് പണിക്ക് പോണ ആളുകൾ എല്ലാവരും കപ്പയാണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരുപാട് വർക്ക് അവർക്ക് ചെയ്യാനില്ല. They need some energy. അവർക്ക് എനർജി വേണം, അവർക്ക് ഒരുപാട് എനർജി വേണം ടു ഡു വർക്ക്. കപ്പാസിറ്റി ടു ഡു വർക്കാണ് എനർജി. അപ്പൊ ഈ എനർജിക്ക് വേണ്ടി ഒരു കപ്പയാണ് പല ദിവസം കഴിക്കുന്നത്. കപ്പ കഴിച്ചിട്ട് അത്ര പണിയെടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതങ്ങോട്ട് പോകും, പണിയെടുത്ത് അങ്ങോട്ട് പോവാണ്. പക്ഷെ ഇപ്പൊ നമ്മളൊന്ന് കപ്പ കഴിച്ചു നോക്കി, ഇപ്പൊ നമ്മൾ 2 ദിവസം കപ്പ കഴിച്ചു നോക്കി, എന്താ ബുദ്ധിമുട്ടുണ്ടാവണേ? എന്താ ബുദ്ധിമുട്ടുണ്ടാവണേ? ഒന്ന് പറഞ്ഞേ മറ്റേ എന്ത് ബുദ്ധിമുട്ടാണ് കൃഷ്ണാന്റെ എന്താണ്? കപ്പ കഴിച്ചാൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും? കപ്പ അറിയില്ല. കപ്പ കഴിച്ചിട്ട് നീ അടുത്ത് കഴിച്ചിട്ടുണ്ട്. ശരി, ശരി. ഷാമിനെ, കപ്പ കഴിച്ചാൽ നമുക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടാണ്? ഗ്യാസിന്റെ ബുദ്ധിമുട്ട്. ഇപ്പത്തെ കാലത്ത് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. എന്താണെന്നറിയോ? ഈ കപ്പ നമ്മൾ കഴിക്കൽ മാത്രമേ ഉള്ളൂ. അതായത് ആവശ്യമില്ലാത്ത കുറെ എനർജി നമ്മൾ കലോറി എടുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യില്ല. അത് പ്രശ്നം. വർക്കൗട്ട് ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഗ്യാസ് ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് വരുന്നത്. അതിന് കാരണം കലോറി കൂടിയ ഫുഡാണത്. ആ കലോറി കൂടിയ ഫുഡ് ശരീരത്തിൽ എത്തിക്കുമ്പോൾ അത്രയും കലോറി കൃത്യമായിട്ട് വേസ്റ്റ് ചെയ്യണം. അതിനാണ് ജിം പോലെ സൈക്കിൾ കൊണ്ടാ പറയുന്നത് ഇത്ര കലോറി പോകും, നീന്തുമ്പോൾ ഇത്ര കലോറി പോകുന്നൊക്കെ പറയുന്നത്. അപ്പൊ കലോറി ജൂൾ എനർജിയുമായിട്ട് കണക്ട് ആണ് വർക്ക് ചെയ്ത് കളയണമെന്ന് ശരിക്കും. അല്ല ശരീരത്തിന് തീറ്റ മാത്രം നടന്നാൽ പോരാ. തീറ്റ പിന്നെ മൊബൈലിലിരിക്കുക, തീറ്റ മൊബൈലിലിരിക്കുക, അപ്പൊ എന്തെങ്കിലും കലോറി വേസ്റ്റ് ആവും. കലോറി ആകെ വേസ്റ്റ് ആവണമെങ്കിൽ കൈ സ്ക്രോൾ ചെയ്യണ മാത്രമേ വേസ്റ്റ് ആവൂ. അതുകൊണ്ട് വേസ്റ്റ് ആവില്ലോ. ആ കൈ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ വേസ്റ്റ് ആവോ? ഇല്ല. അതാണ് കലോറി വേസ്റ്റ് ആവാതെ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ അത് കുറെ നാൾ കഴിക്കില്ല. സ്റ്റോറായി ശരീരത്തിൽ സ്റ്റോറായി തടിച്ച് വീർത്ത് ഇങ്ങനെ വരും. സാധാരണ വേറെ സ്പെഷ്യൽ കേസ് കൊണ്ട് തടിക്കുന്ന വേറെ ഉണ്ട്. അല്ലാതെ രീതിയിൽ കലോറി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ തടിച്ചിങ്ങനെ എനർജി സ്റ്റോറായി ഇങ്ങനെ അത് വേറെ രീതി വേറെ കോലത്തിലേക്ക് വരും. അപ്പൊ ഞാൻ പറഞ്ഞത് കലോറി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച എനർജിയുടെ SI യൂണിറ്റ് അല്ല, വേറൊരു യൂണിറ്റാണ്. ഏകദേശം 4 ജൂൾ കൂടുമ്പോഴാണ് ഒരു കലോറി വരുന്നത്. അങ്ങനെ അതാണ് ഫുഡിന്റെ കലോറി. ഭാവിയിലേക്ക് നിങ്ങൾ പഠിക്കും ഇത്ര കലോറി. കലോറി കേൾക്ക് മനസ്സിലാക്കുക. ദിസ് ഈസ് റിലേറ്റഡ് വിത്ത് എനർജി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പല യൂണിറ്റിന്റെ എല്ലാം പഠിക്കൊന്നും വേണ്ട. കലോറിയും എനർജിക്കും ഒന്ന് പറഞ്ഞിരിക്കുക. ഇലക്ട്രോൺ വോൾട്ടിക്ക് അടുത്ത കൊല്ലം പഠിക്കും, +2 കിലോ വാട്ട് അവർ അതൊക്കെ പിന്നെ പഠിച്ചു. അപ്പൊ അത്തരം പിള്ളേരൊന്ന് ഓർത്തിരിക്കുക. ഇനി ഞാൻ ചോദിക്കട്ടെ, എനർജി SI യൂണിറ്റ്, സോറി, എനർജി സ്കെയിലർ ആയിരിക്കോ വെക്ടർ ആയിരിക്കും? ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു? എനർജി സ്കെയിലർ ആയിരിക്കും വെക്ടർ ആയിരിക്കും? ഒരു അഭിപ്രായം പറഞ്ഞു. ഇങ്ങനെ പിടിച്ചാൽ മതി. അഭിപ്രായം പറഞ്ഞാൽ ഹാൻഡ് റൈസ് ചെയ്യാന്ന്. എല്ലാവരും അഭിപ്രായം പറയുന്നത്. എന്തുകൊണ്ടാണ് തസ്കീന, അർഷദ, ആദിൽ, മുജീബിക്ക് കണ്ണു തിരുമ്പിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അഭിപ്രായം പറയാൻ പറയും. കാരണം എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടല്ലോ, സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്തെങ്കിലും അത് ആലോചിച്ചിട്ട് തെറ്റാണെങ്കിൽ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതിനൊക്കെ. അത് ഞാൻ ഇന്റർനാഷണൽ ചോദ്യം ഒന്നുമല്ലോ ചോദിക്കട്ടെ. എലിസബത്തെ ഹാൻഡ് കാണില്ലല്ലോ. എലിസബത്തെ ഹാൻഡ് കാണില്ലല്ലോ. ഇവിടെ ഇങ്ങനെ ക്യാമറയിൽ പറഞ്ഞ എമിൻ എന്നാ എന്താ എനർജി സ്കെയിലർ ആയിരിക്കും വെക്ടർ ആയിരിക്കും? വെക്ടർ ആണോ? എന്താ കാരണം വെക്ടർ എന്ന് പറയാൻ പറഞ്ഞത്? അത് ന്യൂട്ടൺ മീറ്റർ അല്ല, അപ്പൊ മീറ്റർ അതല്ല അങ്ങനെ നോക്കാൻ പറ്റില്ല. സ്കെയിലർ, അതാണ് ഞാൻ പറഞ്ഞത്. എന്താ പ്രശ്നം എനിക്ക് അറിയണമല്ലോ. സ്കെയിലർ ആണ് വെക്ടർ ആണ് നോക്കുന്നത് ഡയറക്ഷൻ നോക്കിയിട്ടാ. ഇതിന് ഡയറക്ഷൻ പ്രാധാന്യമുണ്ടോ?
ഒരാൾക്ക് നല്ല എനർജിയാണ്, ഡയറക്ഷൻ പ്രാധാന്യം. അപ്പൊ സ്കെയിലർ ഇറ്റ്സ് എ സ്കെയിലർ ക്വാണ്ടിറ്റി, അബ്സല്യൂട്ട്ലി സ്കെയിലർ. വർക്ക് സ്കെയിലറാണ് പഠിച്ചാലേ, അപ്പൊ ഇയാൾ സ്കെയിലറാണ്, വർക്ക് തന്നെയല്ലേ എനർജി. ശരി, അപ്പൊ അങ്ങനെ അപ്പൊ എനർജിയുടെ ഫോർമുല, എനർജിക്ക് പല ടൈപ്പിൽ പല ഫോർമുല നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കൈനറ്റിക് എനർജി നോക്കാം. കൈനറ്റിക് എനർജി പഠിപ്പിക്കാം. ശരി, പിന്നെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി നോക്കാം. ശരി, കൈനറ്റിക് എനർജി നോക്കാം. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും. കൈനറ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ആരെങ്കിലും പറയാമോ? കൈനറ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ആരെങ്കിലും പറയാം? പറയാമോ? അറിയാമോ? പുസ്തകത്തെ മാറ്റി. ഞാൻ പറയാം, പുസ്തകം ഞാൻ പറയുന്നത് തുറന്നാണ്. ഒന്ന് പറഞ്ഞ ആമിന, കൈനറ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്തോ ആവശ്യമുള്ള പോയിന്റ് ആണ്. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എവിടെ കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മൂവിങ് എന്നാണ്. മൂവിങ്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഒരാൾക്ക് എന്തുണ്ട്? എനർജി. അതാണ് എന്ത് എനർജി? കൈനറ്റിക് എനർജി. മൂവ് ചെയ്യുന്ന ആളുടെ എനർജിയുടെ പേരാണ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇനി മറ്റേ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കെ എന്ന് എഴുതും, ചിലർ കൈനറ്റിക് എനർജി കെ എന്ന് എഴുതും, കെ എന്ന് എഴുതാറുണ്ട്. കെ ആർക്കെങ്കിലും പറയാം ഫോർമുല ഓർമ്മയുണ്ടോ? അത് പറഞ്ഞ എങ്കിൽ പറയാ കേട്ടെ. ഫോർമുല, കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് എം വി സ്ക്വയർ എന്ന ഫോർമുല പണ്ട് പോലെ പഠിക്കുന്നത്. ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ഇപ്പോഴും പഠിക്കണില്ല കേട്ടോ. ശരിക്കും ഡെറിവേഷൻ ഡിഗ്രി ലെവലിലെ പഠിക്കൂ. ഫോർമുല മാത്രം ബൈഹാർട്ട് ചെയ്യുക. ഹാഫ് എം വി സ്ക്വയർ. അതിൽ ഏറ്റവും പ്രധാനമാണ് എം ആരാ വി ആരാണ്. ഇയാൾ മൂവ് ചെയ്യാണോ? മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വി ആരായിരിക്കും? ആദ്യം വി ആരായിരിക്കും? വി ആരായിരിക്കും? വെലോസിറ്റി ആയിരിക്കും, സംശയമില്ല. അതറിയാതെ നിങ്ങൾ ഒരു ഫോർമുല പഠിക്കണ്ട. ലെറ്ററുകൾ അറിയാതെ ഒരു ഫോർമുല ആരും പഠിക്കണ്ട. വി വെലോസിറ്റി ആയിരിക്കും. എം എന്തായിരിക്കും? അതിലെ എം മാസ് ആയിരിക്കും, ഒരു സംശയമില്ല. അപ്പൊ ഒരാൾക്ക് മാസം ഉണ്ട്, ആൾക്ക് വെലോസിറ്റി കൈനറ്റിക് എനർജി ഉണ്ട്. ഫോർമുല ഹാഫ് എം വി സ്ക്വയർ. എസ് എ വിട്ട് എന്തായിരിക്കും? ആരോണേ കൈനറ്റിക് എനർജി എസ് എ വിട്ട് എന്തായിരിക്കും? എന്തായിരിക്കും ഗൗരി? എസ് എ വിട്ട് എന്തായിരിക്കും? പ്രോഗ്രാം പെർ മീറ്റർ. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്. എങ്ങനെ? എമ്മിന്റെ കിലോഗ്രാം, പിന്നെ വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്, അതിന്റെ സ്ക്വയർ. കുഴപ്പമൊന്നുമില്ല, സംഭവം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞില്ലേ ഗൗരി, ആരോല്ലേ തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞില്ലേ ജൂളാണ്. ജെ ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഇത് ജൂൾ അതങ്ങനെ എഴുതുമ്പോ ജൂൾ തന്നെ. എഴുതുമ്പോ ജൂളാണ്. എഴുതുമ്പോ ജൂൾ എന്ന് പറയാം. അല്ലാതെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാം. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണമെന്നില്ല. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒന്നും നമ്മൾ നോക്കണ്ട. ജൂളാണ്. ഏതെങ്കിലും ജൂളാണ്. ശരി, ഓക്കെ. ഇനി ഞാനൊരു സംഭവം പറയാം. വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എനർജി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ് എന്നൊക്കെ പറഞ്ഞത്. ഒരു ബോഡി കേട്ടോ, ഒരു ബോഡി ഉണ്ട്. ഓക്കെ, ആ ബോഡി അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ നിൽക്കാം. എ എന്ന് പറഞ്ഞൊരു ബോഡി. കുറച്ച് പേര് സെക്കൻഡ് സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ്, രണ്ടവസ്ഥയായിട്ട് ഞാൻ ഉദ്ദേശിക്കും. ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ ഈ ബോഡിയിൽ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകും. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കേട്ടോ. ഒരു ടേബിൾ ഇവിടെ കിടക്കുക. ആ ടേബിളിലേക്ക് നമ്മൾ വർക്ക് ചെയ്ത ടേബിൾ നീങ്ങി വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പൊ രണ്ടവസ്ഥയാണ്. അപ്പൊ ഒരവസ്ഥയിൽ ഇരുന്ന ബോഡി വേറെ അവസ്ഥയിലേക്ക് എത്തി നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവന് ആദ്യം ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ ഇവനൊരു കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു. അത് കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന് വിളിക്കാം. സപ്പോസ്
ഞാൻ പറഞ്ഞ ശരിക്കും ശ്രദ്ധിച്ചോളൂ. കൈനറ്റിക് എനർജി അവൻ ആദ്യമായിട്ട് ഉണ്ടാകും. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ കൈനറ്റിക് എനർജി ഉണ്ട്, ഫൈനൽ. കാരണം ചിലപ്പോൾ അത് കൂടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം, എന്തും ആയിക്കോട്ടെ. വളരെ ശ്രദ്ധിച്ചോളം പിള്ളേര്. ഒരു ബോഡി, ആ ബോഡിക്ക് ആദ്യം ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അവൻ ചിലപ്പോൾ നിൽക്കുവാണെങ്കിൽ അവൻ കൈനറ്റിക് എനർജി 0 ആണ്. അവൻ അനങ്ങളിൽ കൈനറ്റിക് എനർജി 0 ആണ്. നമ്മളവനെ തള്ളി, നമ്മൾ അവനൊരു വർക്ക് ചെയ്തു, അപ്പൊ അവൻ നീങ്ങി, അവൻ ചിലപ്പോൾ അവിടെ സ്പീഡിൽ അങ്ങോട്ട് പോയി, അപ്പൊ അവന് വേറെ കൈനറ്റിക് എനർജി ആയി. ഉണ്ടോ? അപ്പൊ കൈനറ്റിക് എനർജി അവന് കൂടുക, ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉരുണ്ടോരിരിക്കും. നമ്മൾ വർക്ക് ചെയ്തു ഓപ്പോസിറ്റ് ആയിട്ട്, അപ്പൊ അവൻ നിന്നുപോയി, അപ്പൊ അവന്റെ കൈനറ്റിക് എനർജി കുറയാം. അപ്പൊ എന്തായാലും നമ്മൾ വർക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? അവന്റെ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? മാറ്റം സംഭവിക്കും. കണ്ടോ? ഒരു ബോഡിയിൽ നമ്മൾ വർക്ക് ചെയ്താൽ അവന്റെ കൈനറ്റിക് എനർജിക്ക് മാറ്റം സംഭവിക്കും. ഇപ്പൊ ഈ കുപ്പി അനങ്ങാതെ നിൽക്കുക, അപ്പൊ കൈനറ്റിക് എനർജി 0. നമ്മൾ തള്ളി അവൻ അനങ്ങി പറയുന്നുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, വർക്ക് എനർജി ആവും, എനർജി വർക്ക് ആവും. അങ്ങോട്ട് വർക്ക് നമ്മൾ ചെയ്ത വർക്ക് അവിടെ എന്തായി പോയി? കൈനറ്റിക് എനർജിക്ക് മാറ്റം ഉണ്ടായി. അപ്പൊ ഇത് തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യും. ഈ ആൾക്കാർ നമ്മൾ റിലേറ്റ് ചെയ്യുന്നതിന്റെ തിയറത്തിന്റെ പേരാണ് വർക്ക് എനർജി തിയറി. വർക്ക് എനർജി തമ്മിലൊരു ബന്ധം, ആ തിയറാണ് വർക്ക് എനർജി തിയറി. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താണ് വർക്ക് എനർജി തിയറി? അതിൽ ഇൻട്രൊഡക്ഷൻ ഞാൻ ഇടുന്നത്. ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ ഓർത്തിരിക്കാൻ, നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആവണം. നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള ഡിസ്കഷനാണ്. അത് ആവശ്യമുള്ളവർ അത് ആ രീതിക്ക് എഴുതിച്ചാലാണ് നമുക്ക് എന്ത് ഗുണം ചെയ്യും. നമുക്ക് പഠിക്കാനുള്ള വർക്ക് എനർജി തിയറി. നിങ്ങൾ ഇതിനകത്തൊന്ന് പറയാം ആർക്കെങ്കിലും ഈ കൈനറ്റിക് എനർജി ഇനീഷ്യലും കൈനറ്റിക് എനർജി ഫൈനലും വർക്കും തമ്മിൽ ആർക്കെങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്യാമോ? ആർക്കെങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്യാം? വെറുതെ ഊഹം, വെറുതെ ഗസ്സിങ്. നമ്മൾ ചെയ്ത വർക്ക് W, അവിടെ ആദ്യം അവനുണ്ടാകുന്ന കൈനറ്റിക് എനർജി KI, പിന്നീട് കൈനറ്റിക് എനർജി KF, ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി. അങ്ങനെ ഈ വർക്കും കൈനറ്റിക് എനർജി ഫൈനലും കൈനറ്റിക് എനർജി ഇനീഷ്യലും ഒന്ന് റിലേറ്റ് ചെയ്യാം. വർക്കും ഒന്ന് റിലേറ്റ് ചെയ്യും വെറുതെ സ്വന്തം രീതിയിൽ. എന്തെങ്കിലും ഒരു ശ്രമം, ഐഡിയ വെച്ചിട്ടാ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് എന്താണ് കൈനറ്റിക് എനർജി. അവൻ ആദ്യം ഒരു കൈനറ്റിക് എനർജി ഉണ്ടാക്കും, പിന്നെ ഒരു കൈനറ്റിക് എനർജി ആയി. നമ്മൾ വർക്ക് ചെയ്തപ്പോഴാണ് സംഭവിച്ചത്. എനർജി എന്ന് പറയുന്നത് വർക്കാണ്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം? വെറുതെ ഒന്ന് പറഞ്ഞു നോക്ക്, ഒന്ന് പറഞ്ഞു നോക്കിയേ. ദുൽഫുഖാൻ ഒന്ന് പറഞ്ഞു നോക്കി, എന്താ എങ്ങനെയാണ് കണക്ട് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, ഈ ചെയ്ത വർക്ക് എന്തിനു വേണ്ടിയാ ദുൽഫുഖാർ? ഈ ചെയ്ത വർക്ക് എന്തിനു വേണ്ടിയാ? കൈനറ്റിക് എനർജിക്ക് മാറ്റമുണ്ട്. കൈനറ്റിക് എനർജിക്ക് മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? വർക്ക് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് കൈനറ്റിക് എനർജി. ആ വർക്ക് എന്തിനു വേണ്ടി ഉപയോഗിച്ചേ? കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യാൻ. അപ്പൊ എങ്ങനെ എഴുതാം ഫോർമുല? W = എന്ത് എഴുതാം? 1/kinetic energy. ഞാൻ പറയാം, എല്ലാവർക്കും പറയേണ്ട ഫോർമുല. വർക്ക് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയാണ് വർക്ക് ഉപയോഗിച്ചത്. അതിനെ W = എന്തെന്ന് എഴുതാം ഫോർമുല? എന്തെന്ന് എഴുതാം? ഒന്ന് പറഞ്ഞ ഹസ്ന നജീബ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ മോള്. ഒന്നുകൂടെ ഞാൻ കണക്ട് ചെയ്ത് തരാം. വർക്ക് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന് വേണ്ടിയാണ് വർക്ക് ഉപയോഗിച്ചത്. അങ്ങനെ W = എന്തെന്ന് എഴുതാം? കൈനറ്റിക് എനർജി എന്നല്ല എഴുതുന്നത്. കൈനറ്റിക് എനർജി ചേഞ്ചിന് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ. KIയും KF വെച്ചിട്ടൊന്ന് പറഞ്ഞേ, എങ്ങനെ എഴുതാം? വർക്ക് ഈസ് ഈക്വൽ ടു KF - KI. ചേഞ്ചിങ് കൈനറ്റിക് എനർജി. അപ്പൊ പിള്ളേര് വെറുതെ ബൈഹാർട്ട് ചെയ്യാറാണ് ഉള്ളത്. W = KF - KI ബൈഹാർട്ട് ചെയ്യാണ് ഉള്ളത്. അങ്ങനെ ബൈഹാർട്ട് ചെയ്യണ്ട. ഞാൻ എന്റെ 15 മിനിറ്റ് കളഞ്ഞത് ബൈഹാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. പിള്ളേർ പ്രത്യേകം അത് ശ്രദ്ധിച്ച്
മനസ്സിലായ കോലത്തിൽ എഴുതുക, എന്നിട്ട് ആ ഫോർമുല പഠിക്കുക. വെറുതെ ഫോർമുല പഠിക്കേണ്ട. എന്താണ് W=KF-KI എന്ന് മനസ്സിലാവുന്ന കോലത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് പഠിക്കുക എന്താണ് വർക്ക് എനർജി തിയറം. പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് വർക്ക് എനർജി തിയറം, സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം. ഒറ്റ മാർഗം ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയും വർക്ക്, അതാണ് പരീക്ഷയ്ക്ക് എഴുതുന്നത്. വർക്ക് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് വർക്ക് ഉപയോഗിക്കുന്നത്. Therefore, W=KF-KI. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ. അങ്ങനെ സംഭവിച്ചാൽ മതി, അല്ലാതെ സംഭവിക്കണ്ട. ഓക്കെ, പിള്ളേർ നോക്കി എന്തായാലും ഇതാണ് സംഭവം. ഓക്കെ, ഇനി അത് വെച്ചിട്ടാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. വെച്ച ചോദ്യങ്ങൾ വരും. ഇനി നമുക്കുള്ളത് അതിനകത്ത് ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഐഡിയ പഠിക്കും. പൊട്ടൻഷ്യൽ എനർജിയുടെ ജസ്റ്റ് നമുക്ക് പഠിക്കും. കൈനറ്റിക് എനർജി എന്താണെന്ന് പഠിച്ചല്ലോ, അതിന്റെ ഐഡിയ തിയറം ഒക്കെ പഠിച്ചു. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ആരെങ്കിലും പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി പണ്ട് പഠിച്ചതാ എന്ന് പറഞ്ഞേ. പൊട്ടൻഷ്യൽ എനർജി എന്താ, എന്ത് ടൈപ്പ്, എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു. എന്ത് ടൈപ്പ് എനർജിയാണ്, എന്താണ് അതിന്റെ വ്യത്യാസം, എന്തുമായിട്ട് റിലേറ്റഡ് ആണ് ഒന്ന് പറഞ്ഞേ ഗൗരി. എന്താ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് പറയാനുള്ളത് ഗൗരി? റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്നു. അതായത് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്നതാണ്. കറക്റ്റ് ആണ്. ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരു ബോഡിക്ക്, അതായത് പൊട്ടൻഷ്യൽ എനർജി മൂവ്മെന്റുമായിട്ടല്ല, മൂവ്മെന്റ് ആയിട്ടല്ല. കൈനറ്റിക് എനർജി നമ്മൾ കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ? മൂവിങ്. പൊട്ടൻഷ്യൽ എനർജി അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് ഇരിക്കുക, പൊസിഷൻ. ഒരു സ്ഥലത്ത് ഒരു എവിടെയാണോ അവൻ ഇരിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കിക്കോളൂ. ഞാനിങ്ങനെ നമ്മൾ എഴുതുള്ളൂ, പക്ഷെ നിങ്ങൾ പ്രത്യേകം ഡീറ്റെയിൽ എഴുതുമ്പോൾ എന്താണെന്ന് അറിയാം, എവിടെയാണ് അവൻ ഇരിക്കുന്നത് അതിന് പ്രാധാന്യമുണ്ട്. ഇനി പുതിയൊരാഴ്ചയോടെ ഞാൻ പഠിപ്പിക്കുക കേട്ടോ. +1 ഞാൻ പഠിപ്പിക്കുന്നത് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്താക്കുന്നത്. രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇത് ഫസ്റ്റ് ടൈപ്പ്, സെക്കൻഡ്. പ്രത്യേകം മനസ്സിലാക്കിക്കോ, സ്പെഷ്യലായിട്ട് എഴുതിക്കോ. രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്ന് നമ്മൾ +1 പറയുകയാണ്. ഒരു ടൈപ്പ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ഞാൻ ഗൗരി പറഞ്ഞത് എങ്ങനെയാണ്, എവിടെയാണ് അവൻ ഇരിക്കുന്നത്, എവിടെയാണ് ഇരിക്കുന്നത്. കോൺഫിഗറേഷന്റെ എന്ത് കോലത്തിലാണ് അവൻ ഇരിക്കുന്നത്, അതാണ് കോൺഫിഗറേഷൻ. എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്താക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കോൺഫിഗറേഷൻ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, റബ്ബർ ബാൻഡ് നമ്മൾ വലിക്കുന്നു. റബ്ബർ ബാൻഡ് വലിക്കുമ്പോൾ റബ്ബർ ബാൻഡ് ആദ്യം ഇരുന്ന കോലമല്ല വലിക്കുമ്പോൾ വേറെ കോലമാണ്. ആദ്യം ഇരിക്കുമ്പോൾ ചെറുതായിരിക്കും, വലിക്കുമ്പോൾ അതിന് നീണ്ടു. അപ്പൊ എന്തായി, അതിന്റെ എന്ത് മാറ്റം വന്നു? കോൺഫിഗറേഷൻ മാറ്റം വന്നു. ഇതിന്റെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് മാറ്റം. അതാണ് കോൺഫിഗറേഷൻ. പ്രത്യേകം എഴുതി വെക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് കിട്ടില്ല. എന്ത് എഴുതി വെക്കാം? സംശയം അപ്പൊ ചോദിക്കുന്നുണ്ട്. സംശയം ചോദിക്കുന്നത് വേറെ, അത് അങ്ങനെ നമ്മുടെ മെത്തേഡ് തന്നെയാണല്ലോ. അപ്പൊ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പാർട്ടിക്കിൾസ്. റബ്ബർ ബാൻഡിന്റെ എക്സാമ്പിൾ എന്ന് എഴുതിയിട്ടോ അപ്പൊ പരിപാടി തീർന്നു. ആദ്യം റബ്ബർ ബാൻഡ് ഇരിക്കുന്ന പോലെയല്ല പിന്നെ ഇരിക്കണേ. അപ്പൊ മാറ്റം വന്നു. ആർക്കാ മാറ്റം വന്നേ? അതിന്റെ അറേഞ്ച്മെന്റിനാണ് മാറ്റം വന്നത്. അപ്പൊ എന്തുണ്ടാവും അവിടെ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പറഞ്ഞു പിള്ളേര് പറഞ്ഞു, മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞാൽ ഞാൻ ക്ലിയർ ആക്കുന്നത്. മനസ്സിൽ തോന്നട്ടെ, മനസ്സിൽ കാര്യങ്ങൾ തോന്നട്ടെ.
അക്മലെ എഴുതുന്ന കാണുന്നില്ല പലപ്പോഴും. നീ റേഞ്ചിന്റെ ഒരു പ്രശ്നം ഒരുപാടുണ്ട്. ഞാൻ ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഒരുപാട് ഡിലേ വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവണില്ല, നിങ്ങളുടെ പൾസ് കൃത്യമായിട്ട് മനസ്സിലാവണില്ല. മറ്റേ നിങ്ങൾ എഴുതുമ്പോൾ കൃത്യമായി മനസ്സിലാവും. വേറെ സാധനം പറയും കേട്ടോ. പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പിള്ളേര്, അപ്പൊ ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്ന പൊസിഷനാണ്. കോൺഫിഗറേഷൻ ഞാൻ അടുത്ത ടോപ്പിക്കിൽ പഠിപ്പിക്കും. പഠിക്കാൻ നിൽക്കുമല്ലോ, വിശദമായിട്ട് പഠിക്കാറുണ്ട്. പൊസിഷനെ കുറിച്ച് ഞാനൊരു വാക്ക് പറയാം. പൊസിഷൻ ആർക്കെങ്കിലും പൊട്ടൻഷ്യലിന്റെ ഫോർമുല അറിയോ? ആർക്കെങ്കിലും പൊട്ടൻഷ്യലിന്റെ ഫോർമുല ഓർക്കുണ്ടോ? ആരെങ്കിലും ഓർക്കുണ്ടോ? ഒന്ന് പറഞ്ഞ സന, എന്താ അവളെ? MGH അല്ലേ? എപ്പോഴും ശ്രദ്ധിക്കണം. പൊട്ടൻഷ്യൽ ഈസിക്വൽ ടു MGH എന്ന് പറയും. ഇത് എപ്പോഴും മുഴുവൻ ശ്രദ്ധിക്കേണ്ടത്. ഇത് എന്താണ്? പൊസിഷന്റെ ഫോർമുലയാണ്. കൃത്യം മനസ്സിലായി. കോൺഫിഗറേഷന്റെ ഫോർമുല അല്ല. പിള്ളേർക്ക് അറിയില്ല, കാരണം അങ്ങനെ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാ. അപ്പൊ പൊട്ടൻഷ്യൽ ഈസിക്വൽ ടു MGH എന്നുള്ള ഫോർമുല നമ്മൾ കേട്ടാക്കുന്ന ഏതിന്റെയാണ്? പൊസിഷന്റെ ആണ്. അത് പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രത്യേകം മനസ്സിലാക്കോ. ഇത് എന്താണെന്നൊരു സാധനം, ഇത് ശരിക്കുള്ള പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ശരിക്കും എന്റെ പേര് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ശരിക്കും പേര്. ഹൈലൈറ്റ് ചെയ്യുന്ന പേരൊക്കെ വെച്ചിട്ടും പ്രത്യേക സാധനമൊക്കെ വെച്ചിട്ടൊക്കെ ഒരു കോലത്തിൽ നല്ല ആക്കണം. അപ്പാക്കിയില്ലെങ്കിൽ കുറെ ചെയ്തു പോയിട്ട് നിങ്ങളത് നല്ല ഭംഗിയാക്കണം. നമ്മുടെ നോട്ടെടുത്തൊക്കെ നമുക്ക് തന്നെ പഠിക്കാൻ തോന്നും. അപ്പൊ എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാൻ കാരണം, ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ആരാണ് ബന്ധം? ആർക്കാണ് ബന്ധം? എർത്ത് ആണ്. അപ്പൊ എർത്ത് ഉണ്ടല്ലോ, എർത്തുമായിട്ടാണ് ബന്ധം ഈ പൊട്ടൻഷ്യൽ എനർജി. അതെന്താ ഞാൻ പറഞ്ഞുതരാം. എർത്തിൽ നിന്നും എന്തോരം ഇവനെ പൊക്കി ഉണ്ടോ. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ ഇരുന്നാൽ വേറെ പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ ഇരുന്നാൽ വേറെ പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ ഇരുന്നാൽ ഈ പൊക്കത്തിന് വേറെ. അപ്പൊ പൊക്കത്തിനനുസരിച്ച് എന്ത് ചെയ്യും? ഭൂമിയുടെ സർഫസിൽ നിന്നും പൊക്കത്തിനനുസരിച്ചാണ് എന്ത് മാറണത്? ഈ പൊട്ടൻഷ്യൽ എനർജി മാറുന്നത്. അപ്പൊ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എവിടെ നിന്നാണ് ഇവന്റെ പൊസിഷൻ തീരുമാനിക്കണേ? ഭൂമിയിൽ നിന്നും എത്ര പൊക്കത്തിലാണ് ഇവൻ ഇരിക്കുന്നത്? ഭൂമിയുടെ സർഫസിൽ നിന്നും. ആ പ്രത്യേകം ശ്രദ്ധിക്കണം. എർത്തിന്റെ സർഫസിൽ നിന്നും എത്ര പൊക്കത്തിലാണ് ഇവൻ ഇരിക്കുന്നത്? അതിനാണ് ഇവന്റെ പ്രാധാന്യം. അതാണ് ഈ MGH നമ്മൾ പറയുന്നത്. അത് പ്രത്യേകം എഴുതിയിരിക്കുക. എങ്ങനെ? ഭൂമിക്കാണ് പ്രാധാന്യം. പൊസിഷൻ എന്ന് പറയുമ്പോൾ വേറെ പൊസിഷൻ ഒന്നുമല്ല. അപ്പൊ ഈ കുപ്പിയുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, ഈ കുപ്പി പൊട്ടൻഷ്യൽ തീരുമാനിക്കുന്നത് ഈ കുപ്പി എർത്ത് സർഫസ്, നമ്മുടെ നിലം ഫ്ലോറിൽ നിന്ന് എത്ര പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അതാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ. അതിനപ്പോ M ആരായിരിക്കും? ഒന്ന് പറഞ്ഞ സംശയം. M ആരായിരിക്കും? അതിന്റെ മാസ്, ബോഡിയുടെ മാസ്. G ആരായിരിക്കും? സംശയം. G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കണ്ടോ ഗ്രാവിറ്റി വന്നതുകൊണ്ടല്ലേ അത് വന്നത്. നോക്കി കണ്ടോ, ഗ്രാവിറ്റി വന്നുകൊണ്ട് അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ പറഞ്ഞതുപോലെ തന്നെ പറയണം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പിന്നെ പറയരുത്. H ആരായിരിക്കും? സംശയം. H ഹൈറ്റ്. ഹൈറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈറ്റ് കുത്തനെയുള്ള ഹൈറ്റ്, ചുമ്മാ ഹൈറ്റ് അല്ല ശരിക്കും, പെർപെൻഡിക്കുലർ ഹൈറ്റ് ശരിക്കും പറഞ്ഞു. പെർപെൻഡിക്കുലർ ഹൈറ്റ്, നേരെ കുത്തനെയുള്ള ഹൈറ്റ്. ഇങ്ങനെ ചെരിവ് നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ ചെരിഞ്ഞ് അങ്ങനെയല്ല, നേരെ ഭൂമിയിൽ എപ്പോഴും നേരെ നോക്കണം. കുത്തനെയുള്ള ഹൈറ്റ്. അതുകൊണ്ടാണ് ഈ MGH ഇതിന് മുമ്പ് പണ്ട് നമ്മൾ ഇതിനെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള പ്ലസ് കൊണ്ട് പ്രോബ്ലം ഒക്കെ ചെയ്യാറില്ല. അപ്പൊ അതൊന്നും അങ്ങനെ തന്നെ പഠിക്കണം. പൊട്ടൻഷ്യൽ എനർജി എന്ത് വെച്ചിട്ടാണ്? MGH. അവര് M മാസ്, G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, H എന്ന് പറഞ്ഞ സാധനം ഹൈറ്റ് ഫ്രം ദ എർത്ത് സർഫസ്. ഓക്കെ. സാധാരണ ഉപയോഗിക്കുന്ന ലെറ്റർ ഉണ്ടല്ലോ വളരെ പൊട്ടൻഷ്യൽ എനർജിക്ക്, അതോടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സാധാരണ ഉപയോഗിക്കുന്ന ലെറ്റർ U ആണ്. ക്യാപിറ്റൽ U. പൊട്ടൻഷ്യൽ എനർജി ലെറ്റർ U ആണ്. U ഈസ് ഈക്വൽ ടു MGH. SI ഉണ്ട്. ആര് തന്നെ? ജൂൾ ജെ ജോയിൻ ചെയ്തു. ഓഫീസർ സച്ചിൻ സച്ചിനോട് എന്താ അഡ്രസ് ചെയ്യാറുണ്ട്? ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ സെക്കൻഡ് ടൈം ഫീസ് അടയ്ക്കാറായി. അപ്പൊ 6 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ 6 7 മുതൽ പുതിയ ലിങ്ക് ആയിരിക്കും. ഓൺലൈനായിട്ട് അടയ്ക്കുന്നവരെ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? താങ്ക് യു. ഓക്കെ പിള്ളേരെ, അപ്പൊ പിള്ളേർക്ക് ലീവ് ചെയ്യാം. 7:30 ബാക്കി നമുക്ക് നാളെ നടക്കാം. ഓക്കെ, ഡൗട്ട് ഉള്ളവർക്ക് നിൽക്കാം. Thank you, sir. Have a nice day.
താങ്ക് യു സാർ. അല്ലെ വരില്ല പോലെ ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. വാ ഇരിക്കേ. ഇവിടെ എന്താ നാട്ടിൽ വന്നാ? ഓ മീരയുടെ മിർസയുടെ അല്ലേ? നിങ്ങൾ വന്നാൽ ഞാൻ അറിയില്ല. ആസിഫ് മുഹമ്മദ്. ആസിഫേ, ആസിഫ് മുഹമ്മദ് സാറെ കോള് വന്നു, അതാ എക്സിറ്റ് ആയി. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് നിനക്ക് കാര്യങ്ങള്? കുഴപ്പമില്ല. ഇതില് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാ? നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിഷാ മിസ്സിനോട്. നിന്നെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണമെന്ന്. നിനക്ക് പേടിയാണോ നമ്മളെ? ഇത്തിരി പേടിയുണ്ടല്ലടാ. നിന്നെ കണ്ടാറിയാലാണ് ഇത്തിരി പേടിയുണ്ടെന്ന്. അപ്പോഴേ കാര്യങ്ങളതിന്റെ ഒപ്പം ഓടിക്കോളാം, വേറെ ഒന്നുമില്ല. പേടിയല്ല നമുക്ക് പണിയെടുത്തില്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ നടക്കൂല. ഞാൻ നിഷാമിച്ചോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൂടെ നിന്ന് പണിയെടുത്തോട്ടെ, പണിയെടുത്താൽ അവൻ കാര്യങ്ങൾ അവന് പേടിക്കും. പണിയെടുക്കാതെ മാറി നിന്നാൽ നമ്മൾ പേടിപ്പിക്കൂലോ. പേടിപ്പിക്കാൻ വേണ്ടിയല്ലടാ പൈസ വാങ്ങണേ. നിന്റെ പേരന്റിന്റെ നിഷാമിച്ചിട്ട് പൈസ വാങ്ങണത് നിന്നെ പേടിപ്പിക്കാനും കൂടിയാണോ? അപ്പൊ പേടിപ്പിക്കാന്നുള്ളതല്ലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പേടിപ്പിക്കും, അത് വേറെ കേസ്. നീ അപ്പൊ ഇതിന്റെ കൂടെ ഓടിക്കോ കേട്ടോ. നാളത്തേക്ക് നിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രശ്നം എത്ര വേണമെന്ന്. അപ്പൊ ഇത്തിരി ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ഇന്ന് പഠിപ്പിച്ചത് നോക്കുക. നിനക്ക് ഡൗട്ടുകൾ വരും പഴയ ടോപ്പിക്. ഫോർ എക്സാമ്പിൾ പറഞ്ഞ വെക്ടർ പറയുമ്പോൾ ഞാൻ വെക്ടറിന്റെ മോഡലാ പറയുള്ളൂ. എന്റെ ആദ്യത്തെ ചിലപ്പോ മുന്നേ പറഞ്ഞ. അപ്പൊ അത് നീ അത് ചോദിക്കണം, ക്ലാസ് കഴിയുമ്പോൾ നിൽക്കണം, സാറേ എന്താ സംഭവം. മാത്സ് പഠിപ്പിക്കുമ്പോൾ ട്രിഗണോമെട്രി നീ കയറുമ്പോൾ ആദ്യത്തെ ടോപ്പിക് പഠിപ്പിച്ചിട്ടുണ്ടാവും, അത് നിനക്ക് സംശയം വരും. മാത്സ് സാറിനോട് ചോദിക്കണം കേട്ടോ. അപ്പൊ നിന്റെ മാത്സ് സാറും ഞാനൊക്കെ ടീച്ചറുടെ കൂടെ വർക്ക് ചെയ്തവരാ, വേണ്ടപ്പെട്ട് വരിക സുജിത മിസ് ആയിട്ട് സ്കൂളിൽ. അപ്പൊ നിനക്ക് ചോദിച്ചാൽ എനിക്ക് എന്താ വെച്ചാ ഇതൊക്കെ നിനക്ക് തലവേദന എപ്പോഴാ നീ റെഡി അല്ലെങ്കിൽ ഇതൊക്കെ തലവേദനയാവും. എവിടെ നോക്കിയാലും ടീച്ചറിന്റെ പരിചയക്കാര്, എവിടെ നോക്കിയാലും നിന്നെ അറിയാവുന്നവര്. നിനക്ക് ആ തലവേദനയാവുള്ളൂ. ടീച്ചറോടൊക്കെ നന്നാവുന്നു. ഞാൻ ടീച്ചറോട് ടീച്ചർ അതൊക്കെ അവന് തലവേദനയാവും. കാരണം വീട്ടുകാരെ പരിചയമുള്ളവരെന്ന് പറയുമ്പോൾ അവനൊക്കെ ടെൻഷനാവും. അത് എന്താണ് അറിയാൻ പറ്റൂല. പക്ഷെ യഥാർത്ഥം നീ അത് തിരിച്ചാ ചിന്തിക്കണ്ടേ. ഇതൊന്ന് അറിയാവുന്നവരാകുമ്പോ ഞാൻ ചോദിച്ച കാര്യങ്ങൾ നീ ഊടായ്പായ ഇതൊക്കെ പ്രശ്നമാവും. നീ എങ്ങനെയും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നീ എവിടെയിട്ട് ബ്ലോക്ക് ആകുമ്പോൾ നിനക്ക് വീണ്ടും അത് പ്രശ്നം. അതല്ല ഇതൊക്കെ ഉപയോഗപ്പെടുത്താനാണെങ്കിൽ നന്നാവും കേട്ടോ. ഏതാണ്ട് നീ തീരുമാനിച്ചോ. ഓക്കെ ശരി. ഓക്കെ ഒരു മിനിറ്റ്. അപ്പോ ഇപ്പൊ എന്താ പരിപാടി എന്തൊക്കെ? എന്തുവണ്ടി? ഏതാണ്?